ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലാൻ പത്തോളജി ആണ്. അപ്പൊ നിങ്ങൾക്കറിയാം ഒരു ക്ലാസ് കൊണ്ടൊന്നും പത്തോളജി തീരില്ല. അപ്പൊ അതുകൊണ്ട് ആദ്യത്തെ കുറച്ച് പോർഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഫുള്ള് നമ്മൾ ആദ്യമേ തിയറി പഠിച്ചിട്ട് ആൻസർ ചെയ്യാനൊന്നും പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ചെയ്യാൻ പോകുന്നത് ആദ്യം നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിക്കും, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കും. ബാക്കി കാര്യങ്ങൾ നമ്മൾ ചോദ്യങ്ങൾ ചെയ്തിട്ടായിരിക്കും പഠിക്കുക. ഓക്കെ, അപ്പം ഏറ്റവും ബേസിക് ആയിട്ട് നമുക്ക് ഫസ്റ്റ് കുറച്ച് ടേംസ് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ബാക്ടീരിയ, വൈറസ് പോലെയുള്ള കുറച്ച് ബേസിക് സാധനങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ എന്താണ്, അതിന്റെ കുറച്ച് ഉദാഹരണങ്ങൾ. ഏറ്റവും കൂടുതൽ ഈ ഒരു പോർഷനിൽ നിന്ന് ചോദ്യങ്ങൾ വരുന്നത് എക്സാമ്പിളുകളാണ്. ഇപ്പൊ വൈറസ് തരുന്നു അല്ലെ, ഇന്ന ഒരു ഡിസീസ് പരത്തുന്നത് അല്ലെങ്കിൽ ഇന്ന ഒരു കണ്ടീഷൻ ഉണ്ടാക്കുന്നത് ഏത് ഓർഗാനിസ് ആണ്, ബാക്ടീരിയ ആണോ വൈറസ് ആണോ, ആണെങ്കിൽ ഏത്, അങ്ങനെയൊക്കെയാണ് കൂടുതലായിട്ടും ചോദ്യങ്ങൾ ഇവിടുന്ന് കാണാറുള്ളത്. അപ്പൊ അത് പഠിക്കാൻ ഏറ്റവും നല്ല വഴി എന്ന് പറഞ്ഞാൽ ആ ടൈപ്പ് ചോദ്യങ്ങൾ ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. അപ്പൊ അത് ആ വഴി കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ മറന്നു പോകാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ വലിയൊരു കോളാണ്, മാക്സിമം എന്ത് ചെയ്യുക, മ്യൂട്ട് ചെയ്ത് വെക്കുക. സംശയം ഉണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കുക. എല്ലാരും കൂടെ അൺമ്യൂട്ട് ചെയ്യാൻ പാടില്ല, ഹാൻഡ് റൈസ് ചെയ്തിട്ട് അൺമ്യൂട്ട് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ചോദിക്കാം. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. നിങ്ങൾ പറ്റുന്നവരൊക്കെ വീഡിയോ ഓൺ ആക്കി വെച്ചോളൂ. അതുപോലെ തന്നെ മൈക്ക് ഫുൾ മ്യൂട്ടാക്കി വെക്കാനല്ല പറഞ്ഞത്, നിങ്ങൾക്ക് സംസാരിക്കാം. എല്ലാരും കൂടെ ഒരേ സമയത്ത് വരുമ്പോഴത്തേക്കും ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് കുറച്ച് പേര് ഹാൻഡ് റൈസ് ചെയ്തിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ, അല്ലെ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്തിട്ട് സംസാരിക്കുക. ഓക്കെ, ഇപ്പൊ പ്ലാൻ പത്തോളജി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ പത്തോളജി എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിസീസിനെ പറ്റിയിട്ടുള്ള പഠനമാണ് അല്ലെ. ഇപ്പൊ പ്ലാൻ പത്തോളജി എന്ന് പറയുമ്പോഴത്തേക്കും എന്താ, ഇതിനകത്ത് പല ആൾക്കാരും ഉണ്ടാവും. അപ്പൊ നമ്മൾ ബേസ് ചെയ്യുന്ന തുടങ്ങുന്നത് ഏറ്റവും ബേസ്, നിങ്ങൾക്ക് വേറെ ഒരു നോളജ് ഇതിനെ അല്ലെ കൂടുതലായിട്ടുള്ള അറിവൊന്നും വേണ്ട, ഏറ്റവും ബേസ് എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ഏതെങ്കിലും പോയിന്റ് മനസ്സിലായിട്ടില്ലെങ്കിൽ അവിടെ തന്നെ എന്നെ സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ, അവസാനം വരെ കാത്തിരിക്കേണ്ട, അവിടെ തന്നെ സ്റ്റോപ്പ് ചെയ്തിട്ട് ചോദിക്കാം. ഓക്കെ, അപ്പൊ പത്തോളജി എന്ന് പറഞ്ഞാൽ ഡിസീസുകളെ പറ്റിയിട്ടുള്ള പഠനമാണ്, സ്റ്റഡി ഓഫ് ഡിസീസ് ആണ്. നമ്മൾ ഇവിടെ പറയുന്നത് പ്ലാൻ പത്തോളജി ആണ്. സോ സ്റ്റഡി ഓഫ് പ്ലാൻ ഡിസീസ്, പ്ലാന്റിൽ വരുന്ന ഡിസീസുകളെ പറ്റിയിട്ടുള്ള പഠനമാണ് പ്ലാൻ പത്തോളജി എന്ന് പറയുന്നത്. അത് മാത്രമല്ല, ഇതിനുള്ള കാരണം എന്താണ്, ഒരു അസുഖം അല്ലെങ്കിൽ ഒരു ഡിസീസ് വരാനുള്ള കാരണം, അവിടെയുള്ള ഇന്ററാക്ഷൻസ്, നമുക്ക് ഇവരെ എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും, ഇതെല്ലാം ചേർന്നതാണ് പ്ലാൻ പത്തോളജി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അതൊന്ന് ഓർത്തു വെക്കുക. ഒന്നാമത്തെ കാര്യം എന്താണ്, സ്റ്റഡി ഓഫ് ഡിസീസ് ഇൻ പ്ലാന്റ് ആണ് പത്തോളജി അല്ലെങ്കിൽ പ്ലാൻ പത്തോളജി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ മൈക്രോ ഓർഗാനിസംസ് തന്നെ പല ടൈപ്പ് വരാം, ബാക്ടീരിയ, വൈറസ് പോലെയുള്ള പല സാധനങ്ങളും ഡിസീസുകൾ ഉണ്ടാക്കാം. അപ്പൊ ഇവരെ പറ്റിയിട്ടൊക്കെ നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ പഠിക്കണം. ഓക്കെ, അപ്പം ഇവിടെ ഇതൊന്നും അല്ല ഇമ്പോർട്ടന്റ്, ഇത് ബേസിക് ആയിട്ട് നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ മതി. ഫസ്റ്റ് വൺ, ഇമ്പോർട്ടൻസ്. ആ സിലബസിലുള്ള ടേംസ് മാത്രം ആദ്യം ഒന്ന് പറഞ്ഞു പോവാം. ഓക്കെ, എക്കണോമിക് ഇമ്പാക്ട് ഉണ്ട് അല്ലെ. പ്ലാൻ ഡിസീസ് വരുമ്പോൾ എന്ത് സംഭവിക്കും, ക്രോപ്പിന്റെ ഈൽഡ് കുറയും. അസുഖം വന്നു കഴിയുമ്പോഴത്തേക്കും ക്രോപ്പിന്റെ ഈൽഡ് കുറയും. ഓഫ് കോഴ്സ് എന്താണ്, ഫുഡ് സെക്യൂരിറ്റിക്ക് ഇഷ്യൂ വരും അല്ലെ, ഫുഡ് ക്രോപ്സിന്റെ അവൈലബിലിറ്റി കുറയും. ഇതൊക്കെ നമുക്ക് ഓടിച്ചുവിടാം, അതൊക്കെ ചവറാണ്. ദെൻ ബയോഡൈവേഴ്സിറ്റി അഫക്ട് ചെയ്യും അല്ലെ, നമ്മുടെ എക്കോസിസ്റ്റത്തെയും നമ്മുടെ ബയോഡൈവേഴ്സിറ്റിയും ഡിസീസുകൾ അഫക്ട് ചെയ്യും. കാരണം ചിലപ്പോൾ ഈ ഡിസീസുകളൊക്കെ വന്ന് അല്ലെ സിവിയർ ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ ആ പ്ലാന്റിന്റെ എക്സ്റ്റെൻഷന് വരെ കാരണമായേക്കാം. അങ്ങനെ ബയോഡൈവേഴ്സിറ്റി അഫക്ട് ചെയ്യും അല്ലെ. അല്ലെങ്കിൽ ഹ്യൂമൻ വെൽഫെയറിനെ, നമുക്ക് അല്ലെ നമ്മൾ കഴിക്കുന്നത് പ്ലാന്റ് കഴിക്കും, അപ്പം പ്ലാന്റ്സിന് ഉണ്ടാവുന്ന ഡിസീസ് കാരണം നമുക്ക് ഫുഡ് അവൈലബിലിറ്റി കുറയാം. അങ്ങനെ ഹ്യൂമൻ വെൽഫെയറിനെ അഫക്ട് ചെയ്യാം. ഇതൊക്കെ ചുമ്മാ സിലബസിലുള്ളതുകൊണ്ട് നമ്മൾ പറഞ്ഞു വിടുന്നതാണ്. ദെൻ ഒബ്ജക്റ്റീവ്സ് എന്താ, ഡിസീസ് ഏതാണെന്ന് കണ്ടുപിടിക്കുക, ഡിസീസിനെ മാനേജ് ചെയ്യുക, അതുപോലെ പാത്തജൻസ് ഏതാണെന്ന് കണ്ടുപിടിക്കുക, അവരെ പറ്റി സ്റ്റഡി ചെയ്യുക, അവരെ ഐഡന്റിഫൈ ചെയ്യുക. അതുപോലെ ഹോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏത് പ്ലാന്റിനെയാണോ അഫക്ട് ചെയ്യുന്നത് അല്ലെ, ഒരു ബാക്ടീരിയ ഒരു പ്ലാന്റിനെ അഫക്ട് ചെയ്യുന്നു, അപ്പൊ ആ പ്ലാന്റ് ആണ് അവിടുത്തെ ഹോസ്റ്റ്. ആരാണോ ആക്രമിക്കുന്നത് അതാണ് അവിടുത്തെ പാത്തജൻ. അപ്പൊ ഇവർ തമ്മിലുള്ള ഇന്ററാക്ഷൻസ് പഠിക്കുക. ദെൻ എപ്പിഡമോളജി, അതായത് ഇവരെ എങ്ങനെയാണ് ഈ ഡിസീസ് വരുന്നത്, എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് ഈ സ്പ്രെഡ് ചെയ്യാൻ കാരണം, ഇതൊക്കെ പഠിക്കുകയാണ് എപ്പിഡമോളജി. അതുപോലെ റിസർച്ച് ഇന്നോവേഷൻ, ഇതൊക്കെ നിങ്ങൾ വിട്ടേക്കൂ. ദെൻ കുറച്ച് ടെർമിനോളജീസ്, ഇതൊന്നുമല്ല നമുക്ക് വേണ്ടത് വരുന്നതേ ഉള്ളൂ. ദെൻ ടെർമിനോളജീസ്, പാത്തോജൻ, എന്താണ് പാത്തോജൻ, ഏത് ബാക്ടീരിയ ആണോ അല്ലെങ്കിൽ ഏത് വൈറസ് ആണോ, ഏത് ജീവിയാണ് അല്ലെങ്കിൽ ഏത് ഓർഗാനിസം ആണ് ഡിസീസ് ഉണ്ടാക്കുന്നത്. വീഡിയോ ഓൺ ആക്കി വെച്ചോ. ഏത് ജീവിയാണ് ഈ അസുഖം ഉണ്ടാക്കുന്നത്, ഡിസീസ് ഉണ്ടാക്കുന്നത്, അതാണ് പാത്തജൻ. ബാക്ടീരിയ ആവാം, ഫംഗസ് ആവാം, വൈറസ് ആവാം.
നെമാറ്റോഡ് ആവാം. ഈ ഉരുണ്ട വിരകളെയാണ് നെമാറ്റോഡ് എന്ന് പറയുന്നത്. അപ്പൊ അതാവാം അല്ലെ. സിംറ്റം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ലക്ഷണങ്ങളാണ് സിംറ്റം എന്ന് പറയുന്നത്. ഹോസ്റ്റ് പ്ലാന്റ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഏത് പ്ലാന്റിനെയാണോ അഫക്ട് ചെയ്യുന്നത് അതാണ് ഹോസ്റ്റ് പ്ലാന്റ്. റെസിസ്റ്റൻസ് ഒക്കെ നമുക്ക് അറിയാവുന്ന ടേംസ് ആണ് അല്ലെ. അതായത് ആ പ്ലാന്റിന് എന്തുമാത്രം പ്രതിരോധിക്കാനുള്ള കഴിവുണ്ട്, വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള കഴിവുണ്ട്, അതിനെയാണ് നമ്മൾ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. വിർലൻസ് എന്ന് പറഞ്ഞത് ഇതൊക്കെ നമ്മൾ വരുമ്പോ കാണുന്ന ടേംസ് ആണ്. വിർലൻസ് എന്ന് പറഞ്ഞാൽ എന്താ, പാത്തോജനിസിറ്റി എന്തുമാത്രം ഉണ്ട്, ഒരു പാത്തോജൻ എന്തുമാത്രം അപകടകാരിയാണ്, മലയാളത്തിൽ പറഞ്ഞ അത്രേ ഉള്ളൂ, അതാണ് വിർലൻസ്. എപ്പിഡമിക് എന്ന് പറഞ്ഞാൽ ഒരു പോപ്പുലേഷനില് അല്ലെ, ഒരു ചെറിയൊരു പോപ്പുലേഷനില് അല്ലെങ്കിൽ ഒരു ഏരിയയില് എന്താണ് ഒരു പെർട്ടിക്കുലർ പ്രപ്പോർഷനിൽ അഫക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ എപ്പിഡമിക് എന്ന് വിളിക്കുക. ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ അല്ലെങ്കിൽ സ്പ്രെഡ് ആണ്. സസെപ്റ്റബിൾ എന്ന് പറഞ്ഞാല് അവർക്ക് എന്താണ് റെസിസ്റ്റ് ചെയ്യാനുള്ള കഴിവ് കുറവാണ്. അതായത് പാത്തോജൻ ഈസി ആയിട്ട് അറ്റാക്ക് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ടേമാണ് സസെപ്റ്റബിൾ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇത്രയാണ് നമ്മൾ കുറച്ച് ചവർ പോർഷനിലൂടെയാണ് ആ മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇത് വെച്ച് നമുക്ക് സമയം കളയേണ്ട, അവിടുന്ന് ഒന്നും ചോദ്യമൊന്നും ചോദിക്കത്തില്ല, മനസ്സിലാക്കാനുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം മതി. ഇനിയുള്ളത് അങ്ങനെയല്ല, ഇനിയുള്ളത് നമ്മൾ പഠിച്ചു തന്നെ പോണം. അപ്പൊ പ്രധാനപ്പെട്ട പാത്തോജനിക് ഓർഗാനിസം ചിലപ്പോൾ ചോദിക്കാം, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഡിസീസ് ഈസ് അല്ലെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോവിങ് കണ്ടീഷൻ ഈസ് കോസ്ഡ് ബൈ ഫംഗസ്, ബാക്ടീരിയ എന്നൊക്കെ ചോദിക്കാം. അപ്പൊ അങ്ങനത്തെ ചോദ്യങ്ങളാണ് ഇവിടുന്ന് കൂടുതൽ പ്രതീക്ഷിക്കേണ്ടത്. അതിനു വേണ്ടിയിട്ട് ഇനിയുള്ള പോർഷൻസ് പഠിച്ചു പോവുക. ഓക്കെ, സോ ഫസ്റ്റ് വൺ, ബാക്ടീരിയ ഉണ്ട്, വൈറസ് ഉണ്ട്, അതുപോലെ തന്നെ ഫംഗസ് ഉണ്ട്. ഇത്തരത്തിൽ കുറെ ഗ്രൂപ്പ് ആൾക്കാരുണ്ട്. നമ്മൾ ഒന്നാമത്തെ പാത്തോജനിലോട്ട് പോവാണ്. അതായത് നമ്മുടെ പ്ലാന്റിന് അസുഖം, ഡിസീസ് വരുത്തുന്ന ഒന്നാമത്തെ ആളാണ് ഫംഗസ്. സിലബസിന്റെ ഓർഡർ തന്നെ നമുക്ക് പോവാം. ആദ്യത്തെ ആളാണ് ഫംഗസ് അല്ലെങ്കിൽ ഫഞ്ചി. കേട്ടിട്ടുണ്ടോ? ഫംഗസ് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? നമുക്ക് ഏറ്റവും കോമൺ ആയിട്ട് അറിയാവുന്ന രണ്ട് ഫംഗസ് പെട്ടെന്ന് പറ. ഇനി പതുക്കെ പോവുള്ളൂ, സ്പീഡൊക്കെ കഴിഞ്ഞു. അർഷിയ പറഞ്ഞോ. എന്താണ് അശ്വതി പറഞ്ഞോ? അശ്വതി. നമ്മുടെ മഷ്റൂം, അതുപോലെ തന്നെ ബ്രെഡിൽ വരുന്ന മോൾഡ് അല്ലെ, ഇതൊക്കെ ഫംഗസ് ആണ്. വേറെ ഈസ്റ്റ് ഫംഗസ് ആണ്. അപ്പൊ ഇത്തരത്തിലുള്ള ജീവികളാണ് ഫംഗസിനകത്ത് വരുന്നത്. മ്യൂട്ട് ചെയ്തോ. ഓക്കെ. അപ്പം ഫംഗസിന്റെ പ്രത്യേകത യൂക്യാരിയോട്ടിക് ആണ്. എന്താണ് യൂക്യാരിയോട്ട്? നമുക്ക് ജീവികളെ അല്ലെങ്കിൽ നമുക്ക് കോശങ്ങളെ നമ്മുടെയൊക്കെ ശരീരം ഉണ്ടാക്കിയിരിക്കുന്നത് കോശങ്ങൾ കൊണ്ടിട്ടാണ്, സെല്ല് വെച്ചിട്ടാണ്. അപ്പൊ നമുക്ക് ജീവികളെ രണ്ടായിട്ട് തിരിക്കാം, പ്രോക്യാരിയോട്ടിക് കോശങ്ങളും യൂക്യാരിയോട്ടിക് കോശങ്ങളും. ഈ പ്രോക്യാരിയോട്ടിക് കോശങ്ങൾ നമ്മൾ ബാക്ടീരിയ പറയും. ഈ ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ പ്രോക്യാരിയോട്ടിക് ആണ്. ഓക്കെ, നമ്മുടെ കേസിൽ നമ്മളൊക്കെ യൂക്യാരിയോട്സ് ആണ്. എന്താണ് യൂക്യാരിയോട്സ്? നമുക്ക് കൃത്യമായിട്ടൊരു കോശമുണ്ട്, ആ കോശത്തിനകത്തൊരു മർമ്മം അഥവാ ന്യൂക്ലിയസ് ഉണ്ട്. ഞാൻ മലയാളം ടേം ഉപയോഗിക്കണം, നിങ്ങൾ മലയാളം മീഡിയത്തിലൊക്കെ അല്ലെങ്കിൽ കുറച്ചുകൂടെ പരിചയം ഉണ്ടെങ്കിൽ അതൊന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. മർമ്മം അല്ലെങ്കിൽ ന്യൂക്ലിയസ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ട്രൂ ന്യൂക്ലിയസ് ഉള്ള അത്തരത്തിലുള്ള കോശങ്ങളാണ് യൂക്യാരിയോട്ടിക് കോശങ്ങൾ. അതേ സമയത്ത് ബാക്ടീരിയ, നമ്മളെ അഫക്ട് ചെയ്യുന്ന ബാക്ടീരിയകൾക്ക് എന്തുണ്ടാവില്ല? ട്രൂ ന്യൂക്ലിയസ് ഉണ്ടാവില്ല. അവർക്ക് മെംബ്രെയിൻ ഉള്ള, നമ്മുടെ കോശം എന്ന് പറഞ്ഞാൽ കോശത്തിനകത്ത് ജോലി ചെയ്യാൻ ഇഷ്ടം പോലെ ആളുകളുണ്ട്. ഒരു ന്യൂക്ലിയസ് ഉണ്ട്, എനർജി ഉണ്ടാക്കാൻ മൈറ്റോകോൺട്രിയ ഉണ്ട്, പ്രോട്ടീൻ ഉണ്ടാക്കാൻ റൈബോസോം ഉണ്ട്. ഇതൊക്കെ ഉള്ളൊരു പാക്കേജ് ആണ് ഒരു കോശം എന്ന് പറയുന്നത്. അപ്പൊ ആ കോശത്തില് നമ്മുടെ കോശങ്ങളാണ് യൂക്യാരിയോട്ടിക് കോശങ്ങൾ. എന്ന് വെച്ചാൽ എന്താ പ്രത്യേകത? യൂക്യാരിയോട്ടിക് കോശങ്ങളുടെ പ്രത്യേകത എന്താ? അജിത്, എന്താ പ്രത്യേകത? ട്രൂ ന്യൂക്ലിയസ് ഉണ്ടാവും. ട്രൂ ന്യൂക്ലിയസ് ഉണ്ടാകും. പ്രോക്യാരിയോട്ടിന്റെ പ്രത്യേകത എന്താ? ദേ ലാക്ക് ട്രൂ ന്യൂക്ലിയസ്. അവർക്ക് ന്യൂക്ലിയസ് ഉണ്ടാവില്ല. അവരുടെ ആ ജനിതക മെറ്റീരിയൽ അല്ലെങ്കിൽ ജനറ്റിക് മെറ്റീരിയൽ ചുമ്മാ അവിടെ ഇങ്ങനെ കൂട്ടിയിട്ടേക്കുമായിരിക്കും. അപ്പൊ അതിനെ നമുക്ക് ന്യൂക്ലിയസ് എന്ന് വിളിക്കാൻ പറ്റില്ല. അപ്പൊ ഇതാണ് ഒന്നാമത്തെ പ്രത്യേകത. ഫംഗസ് ഒരു യൂക്യാരിയോട്ടിക് ഓർഗാനിസം ആണ്. കുറച്ചു പേർക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും, സംശയം ഒന്നും വേണ്ട. ഫംഗസ് ഒരു യൂക്യാരിയോട്ടിക് ഓർഗാനിസം ആണ്. അതേസമയത്ത് ഇപ്പൊ നമ്മൾ പറഞ്ഞ ബാക്ടീരിയ എന്ന് പറയുന്നത് ഒരു പ്രോക്യാരിയോട്ടിക് ഓർഗാനിസം ആണ്. മറക്കരുത്, വളരെ പ്രധാനപ്പെട്ടതാണ്. അടുത്തൊരു ടേം കണ്ടോ, എക്ലോറോഫിലസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ചെടികൾക്ക് സ്വന്തമായിട്ട് എന്തുണ്ടാക്കാൻ പറ്റും? ആഹാരം ഉണ്ടാക്കാൻ പറ്റും, പ്രകാശ സംശ്ലേഷണം അല്ലെങ്കിൽ ഫോട്ടോസിന്തസിസ് വഴി. അപ്പൊ ഈ ഫോട്ടോസിന്തസിസ് എന്ത് വെച്ചിട്ടാണ് നടക്കണേ? പ്രകാശ സംശ്ലേഷണം അല്ലെങ്കിൽ ഫോട്ടോസിന്തസിസ്.
ഫുഡ് സിന്തസൈസ് ചെയ്യുന്നു ഇൻ പ്രസൻസ് ഓഫ് ഫോട്ടോൺസ്. ലൈറ്റിന്റെ പ്രസൻസിൽ, പ്രകാശ സംശ്ലേഷണം, സോറി. അപ്പം ലൈറ്റിനെ അബ്സോർബ് ചെയ്യണം അല്ലെ, അപ്പോഴേ ലൈറ്റിന്റെ പ്രസൻസിൽ ഫുഡ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പൊ ലൈറ്റിനെ അബ്സോർബ് ചെയ്യാൻ കുറച്ച് ആന്റിന വേണം. ലൈറ്റിനെ ചെടികൾക്ക് അബ്സോർബ് ചെയ്തെടുക്കാൻ കുറച്ച് റിസപ്റ്റർ അല്ലെങ്കിൽ ആന്റിന വേണം. ഈ ആന്റിനെ വിളിക്കുന്ന പേരാണ് ക്ലോറോഫില്ല്. ഇതിരിക്കുന്ന ഒരു ഓർഗൻ ഞാൻ പറഞ്ഞില്ലേ, കോശത്തിനകത്ത് പല ടൈപ്പ് ഓർഗനലുണ്ട്. അതിൽ ഒരെണ്ണാണ് ക്ലോറോപ്ലാസ്റ്റ്. ക്ലോറോപ്ലാസ്റ്റ്. ഈ ക്ലോറോഫില്ലിനകത്ത് ഈ ഒരു ആന്റിന ഉണ്ട്. അതിനെയാണ് നമ്മൾ ക്ലോറോഫിൽ എന്ന് വിളിക്കുന്നത്. ഇത് എവിടെയാണ് കാണപ്പെടുന്നത്? പ്ലാന്റ്സിലാണ് കാണപ്പെടുന്നത്. ഇത് ഉള്ളതുകൊണ്ടാണ് അവർക്ക് ഈ ലൈറ്റിനെ ഇങ്ങോട്ട് എടുക്കാൻ സാധിക്കുന്നത്. ലൈറ്റിനെ എടുക്കുന്നതുകൊണ്ടാണ് അവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നത്? പ്രകാശ സംശ്ലേഷണം അഥവാ ഫോട്ടോസിന്തസിസ് നടത്താൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ പറഞ്ഞേക്കുന്നത് എക്ലോറോഫിലസ് എന്ന് പറഞ്ഞാൽ ക്ലോറോഫിൽ ആബ്സെന്റ് ആയിട്ടുള്ള ജീവികളാണ് ഫംഗസ്. നമ്മുടെ ബ്രെഡിൽ കാണപ്പെടുന്ന ഫംഗസിന്, അല്ലെങ്കിൽ ബ്രെഡിൽ വരുന്ന പൂപ്പലില്ലേ അതിന്, നമ്മുടെ കൂണിന്, ഇതിനൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല? ക്ലോറോഫിൽ ഇല്ല. അതിന്റെ അർത്ഥം എന്താ? അവർക്ക് സ്വന്തമായിട്ട് ആഹാരം ഉണ്ടാക്കാൻ പറ്റില്ല, അവർക്ക് ഫോട്ടോസിന്തസിസ് നടത്താനായിട്ട് സാധിക്കില്ല. 2 പോയിന്റേ പറഞ്ഞുള്ളൂ. മനസ്സിലായോ? മനസ്സിലായോ അനഘ? ഞാൻ എന്റെ ഫ്രണ്ടിൽ കാണുന്നവരെ വിളിക്കണം. 103 പേരുണ്ട്. അപ്പം എന്റെ ഫ്രണ്ടിൽ കാണുന്ന കുറച്ചൊരു റാൻഡ് ആയിട്ട് വിളിക്കുകയാണ്. മനസ്സിലായോ അനഘ? ആർക്കെങ്കിലും മനസ്സിലാവാത്തതുണ്ടോ ഇപ്പൊ പറഞ്ഞ അത്രയും പോയിന്റ്സ്? ഇല്ല സാർ. ഓക്കെ, അപ്പം നമ്മളിപ്പോ ഓക്കെ മ്യൂട്ട് ചെയ്തോ. അപ്പൊ യൂക്യാരിയോട്ടിക് ആണ്, അവർക്ക് ക്ലോറോഫിൽ ഇല്ല. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അവർക്ക് സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കാൻ പറ്റില്ല. പിന്നെയോ അവർക്ക് എന്താണ്? ക്ലോറോഫിൽ ഇല്ല. ഈ പോയിന്റ്സ് ഒക്കെ അവിടെ മനസ്സിലാക്കണം. അങ്ങനെയാണെങ്കിൽ ഇവർ എങ്ങനെ ഫുഡ് ഉണ്ടാക്കും? ഇവർക്ക് ഫുഡ് ഉണ്ടാക്കാൻ പറ്റില്ല. ദെൻ ഇവർ എങ്ങനെ ഫുഡ് എടുക്കും? മിക്ക ഫഞ്ചികളും സാപ്രോഫൈറ്റിക് ആണ്. എവിടെയാ ഈ ഫംഗസ് കൂണൊക്കെ വളരുന്നത്? എവിടെയാ വളരുന്നത്? അപ്പൊ അതിനെയാണ് നമ്മൾ സാപ്രോഫൈറ്റിക് ഓർഗാനിസം എന്ന് വിളിക്കുന്നത്. സ്ലൈഡിൽ ഇല്ല. ഓക്കെ, സാപ്രോഫൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഡെഡ് ആയിട്ടുള്ള, ഡീക്കേയിങ് ആയിട്ടുള്ള, അഴുകിയൊക്കെ വരുന്ന അല്ലെ, പണ്ടത്തെ എന്താണ് ഉണങ്ങിയ അല്ലെങ്കിൽ നനവുള്ള തടികളിലൊക്കെയാ കാണപ്പെടുന്നത് അല്ലെ. ഡീക്കേയിങ് ആയിട്ടുള്ള മാറ്ററിലാണ് ഈ മഷ്റൂം ഒക്കെ വളർന്നു വരുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഇവര് കഴിക്കുന്നത് ഈ ഡീക്കേയിങ് മാറ്റർ ആണ് എന്നാണ്. അപ്പൊ മനസ്സിലാക്കുക, ദേ ആർ സാപ്രോഫൈറ്റിക്. പിന്നെ അവർക്ക് സെക്ഷലി റീപ്രൊഡ്യൂസ് ചെയ്യാം, അസെക്ഷലി റീപ്രൊഡ്യൂസ് ചെയ്യാം. അസെക്ഷലി എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം, ഒരു പ്ലാന്റ് എങ്ങനെയാ, നമ്മളൊരു കമ്പ് ഒടിച്ചു കുത്തുന്ന പോലെ അവർക്ക് പുതിയ ബഡ് ഫോം ചെയ്യാം അല്ലെ. അത്തരത്തിൽ റീപ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ. അങ്ങനെ അല്ലാതെ മെയിൽ ഫീമെയിൽ സ്പോറുകൾ വെച്ചിട്ട് റീപ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ, സിമ്പിൾ ആയിട്ട് പറഞ്ഞാല്. ഓക്കെ, മനസ്സിലായോ? അപ്പൊ ഫംഗസിന്റെ 4 കാര്യങ്ങൾ പറഞ്ഞു. ഒരു കാര്യം കൂടെ പറയാം, ഫംഗസിനെ പറ്റിയുള്ള സ്റ്റഡിയാണ്, പറയാവോ? ഫംഗസിനെ പറ്റിയുള്ള പഠനമാണ് ലൈക്കോളജി. മൈക്കോളജി. അതെ, മൈക്കോളജി. മനസ്സിലായല്ലോ? അടുത്തൊരു പ്രധാനപ്പെട്ട പോയിന്റ്, ഇവർക്ക് സെൽ വോൾ ഉണ്ട്. സെൽ വോൾ എന്ന് പറഞ്ഞാൽ, നമ്മൾ കോശത്തിന്റെ കാര്യം പറഞ്ഞു. കോശത്തിന് ന്യൂക്ലിയസ് ഉണ്ട്, യൂക്യാരിയോട്ട് ആണ്, സോ അവർക്ക് ന്യൂക്ലിയസ് ഉണ്ട്, മൈറ്റോകോൺട്രിയ ഉണ്ട്, റൈബോസോം ഉണ്ട്, അതായത് കുറെ ഓർഗനൽസ് ഉണ്ട്. അതുകൂടാതെ ഈ നമ്മുടെ കോശത്തിന്, നമ്മൾ യൂക്യാരിയോട്ട് ആണെന്ന് പറഞ്ഞു, മനുഷ്യൻ അല്ലെങ്കിൽ അതുപോലെയുള്ള അനിമൽ സെല്ലിന്, ജീവകോശങ്ങൾക്ക് എന്തില്ല? സെൽ വോൾ എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല. അതായത് കോശത്തിന്റെ, നമ്മുടെ കോശത്തിന്റെ ഏറ്റവും പുറം, ഇതാണ് നമ്മുടെ കോശം എന്ന് വിചാരിക്കുക. ഈ കോശം കൊണ്ടാണ് നമ്മുടെ ബോഡി ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഏറ്റവും പുറമേ ഉള്ള ഒരു ലെയർ ആണ് സെൽ മെംബ്രെയിൻ. സെൽ മെംബ്രെയിൻ അഥവാ പ്ലാസ്മ മെംബ്രെയിൻ. ഇത് ആരുടെ കേസാ പറഞ്ഞ? ഹ്യൂമൻ അല്ലെങ്കിൽ അനിമൽ സെല്ലിന്റെ കേസാ പറഞ്ഞത്. അനിമൽ ആയിട്ടുള്ള എല്ലാത്തിന്റെ കേസിലും അവരുടെ ഏറ്റവും പുറമെ കാണപ്പെടുന്ന ലെയർ, കോശത്തിന്റെ ഏറ്റവും പുറമെയുള്ള ലെയർ സെൽ മെംബ്രെയിൻ അഥവാ പ്ലാസ്മ മെംബ്രെയിൻ ആയിരിക്കും. പക്ഷെ പ്ലാന്റ് നോക്കിക്കഴിഞ്ഞാൽ, നമ്മുടെ ഒരു ചെടി നോക്കിക്കഴിഞ്ഞാൽ, ആ പ്ലാന്റിന്റെ കോശത്തിന്റെ ചുറ്റിനും കാണപ്പെടുന്നത് സെൽ മെംബ്രെയിൻ ഉണ്ടാവും. അതിന്റെ പുറമെ ആയിട്ട് നമുക്ക് ഒരു സാധനം കൂടെ കാണാൻ സാധിക്കും. അതാണ് എന്ത്? സെൽ വോൾ. സെൽ വോൾ ഒരു, അത് ലൈവ് അല്ല, ഡെഡ് ആയിട്ടുള്ള ഒരു സെൽ വോൾ നമുക്ക് കാണാൻ സാധിക്കും. ഇത് എവിടെയാ കാണാൻ സാധിക്കുക? പ്ലാന്റ്സിലാണ് കാണാൻ സാധിക്കുക. എന്നാൽ ഇതേ സാധനം നമുക്ക് എവിടെ കാണാൻ പറ്റും? ഫംഗസിലും കാണാൻ പറ്റും. അപ്പൊ അത് കുറച്ചുകൂടെ പ്ലാന്റുമായിട്ട് അടുത്ത് നിൽക്കുന്നതാണ് അതിന്റെ അർത്ഥം അല്ലെ. അപ്പൊ ഫംഗസിൽ എന്തുണ്ട്? സെൽ വോൾ ഉണ്ട്.
അനിമൽ സെല്ലിൽ എന്തില്ല? സെൽ വോൾ ഇല്ല. പ്ലാന്റ് സെല്ലിൽ എന്തുണ്ട്? സെൽ വോൾ ഉണ്ട്. ഇത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം പറയുന്നത്. ഓക്കെ, ഇനി ഈ സെൽ വോൾ ഉണ്ടെന്നൊന്നും ചോദിക്കില്ല. അവിടെ ചോദിക്കുന്നത് ഈ ഒരു കാര്യമാണ്, കൈറ്റിൻ ആൻഡ് സെല്ലുലോസ്. ഈ ഫംഗസിന്റെ സെൽ വോൾ ഉണ്ടാക്കിയിരിക്കുന്ന, അല്ലെങ്കിൽ ഉണ്ടാക്കിയിരിക്കുന്നല്ല, ഫംഗസിന്റെ സെൽ വോളിലുള്ള വളരെ പ്രധാനപ്പെട്ട സബ്സ്റ്റൻസ് ആണ് കൈറ്റിനും സെല്ലുലോസും. കൈറ്റിൻ എന്ന് പറയുന്ന ഒരു സബ്സ്റ്റൻസും സെല്ലുലോസ് അതൊരു പോളിസാക്രൈഡ് ആണ്. ഓക്കെ, എന്ന് വെച്ചാൽ ഒരു കാർബോഹൈഡ്രേറ്റ് ആണ്. കൈറ്റിനും സെല്ലുലോസും. സെൽ വോളിനകത്ത് ഈ സബ്സ്റ്റൻസ്, ഈ കെമിക്കൽസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഈ പോളിസാക്രൈഡുകൾ ഉണ്ടാകും. അപ്പൊ ഫംഗസ് എന്ന് പറഞ്ഞാൽ ഒരു യൂക്യാരിയോട്ട് ആണ്. അവർക്ക് ക്ലോറോഫിൽ ഇല്ല, അതുകൊണ്ട് അവർക്ക് സ്വന്തമായിട്ട് ആഹാരം ഉണ്ടാക്കാൻ പറ്റില്ല. സോ അവര് സാപ്രോഫൈറ്റിക് ആണ്. ഡെഡ് ആൻഡ് ഡിക്കേയിങ് ഓർഗാനിക് മാറ്ററിൽ നിന്നാണ് അവർ ഫുഡ് എടുക്കുന്നത്. റീപ്രൊഡക്ഷൻ ഒക്കെ വിട്ടേക്കോ. ദെൻ സെൽ വോൾ ഉണ്ട്. സെൽ വോളില് കൈറ്റിനും സെല്ലുലോസും ഉണ്ട്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ ഇനി നോക്കിക്കേ, ഇത് കണ്ട് പേടിക്കേണ്ട. ഇത് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്ത് പഠിക്കും. ഇതില് ഇപ്പൊ തന്നെ പഠിക്കേണ്ട 2-3 പറഞ്ഞു തരാം. ഫസ്റ്റ് വൺ, പക്സീനിയ പഠിക്കണം. പക്സീനിയ പല എക്സാമിനും ചോദിച്ചു കണ്ടിട്ടുണ്ട്. പക്സീനിയ സ്പീഷ്യസ് ഒരു ഫംഗസ് ആണ്. ഇതാണ് നമ്മൾ പഠിക്കേണ്ടത് കേട്ടോ. ഇങ്ങനെയാണ് ചോദിക്കുക. അപ്പൊ പക്സീനിയ സ്പീഷ്യസ് നമ്മൾ പഠിക്കണം. പക്സീനിയ എന്ന് പറഞ്ഞാൽ ഇത് പല പ്രാവശ്യം പറയുമ്പോൾ പഠിക്കും. ബയോളജി ടേംസ് കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് അറിയാലോ, ലാറ്റിൻ ടേംസ് ആണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇതിന് നമ്മൾ ഒരു വഴിയേ ഉള്ളൂ, പല പ്രാവശ്യം പറഞ്ഞ് പഠിക്കുക. അതുപോലെ ഈ ക്ലാസ് കഴിയുമ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യും. അന്നേരം നിങ്ങൾ ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്ത് അങ്ങ് ഇടുക. അങ്ങനെ നമ്മൾ മൈൻഡിലോട്ട് രജിസ്റ്റർ ചെയ്യാം. അപ്പൊ പക്സീനിയ ഓർത്ത് വെച്ചേക്കുക. പക്സീനിയ വരുത്തുന്ന ഡിസീസിന്റെ പേരാണ് റസ്റ്റ് ഡിസീസ്. റസ്റ്റ്. ഓക്കെ, അത് സിറിയൽസ്, ലെഗ്യൂംസ്, അതുപോലെ ഓർണമെന്റൽ പ്ലാന്റ്സിലൊക്കെയാണ് ഈ പറയുന്ന റസ്റ്റ് കാണുക. ഓക്കെ, പക്സീനിയ എന്താണ്? റസ്റ്റ് ഡിസീസ്. അതോ ഡിസീസ് ഓർക്കുക, പക്സീനിയ ഓർക്കുക. ദെൻ ഫൈറ്റോതോറ. അടുത്ത് ഞാൻ ഇമ്പോർട്ടന്റ് ആ പറയുന്നത്, നിർബന്ധമായിട്ടും പഠിക്കേണ്ടതാ പറയുന്നത്. ബാക്കിയുള്ളത് ലാസ്റ്റ് പറയാം. ഫൈറ്റോതോറ ഇൻഫെസ്റ്റൻസ്. ഫൈറ്റോതോറ അത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് പൊട്ടറ്റോയിലാണ്. പൊട്ടറ്റോയിൽ വരുത്തുന്നതാണ് ലേറ്റ് ബ്ലൈറ്റ് ഡിസീസ്. അടുത്തത് നോക്കൂ, ഫൈറ്റോതോറ. ഇപ്പൊ തന്നെ പഠിച്ചു പോവാം. ഫൈറ്റോതോറ ഇൻഫെസ്റ്റൻസ്. എവിടെയാ? ഡിസീസിന്റെ പേര് ലേറ്റ് ബ്ലൈറ്റ് ഡിസീസ് ആണ്. അലോണ മ്യൂട്ട് ചെയ്തോളൂ. ആരുടെയോ അൺമ്യൂട്ട് ആണ്, മൈക്ക് ഒന്ന് മ്യൂട്ട് ചെയ്യോ. ഓക്കെ, അപ്പം ഫൈറ്റോതോറ ഇൻഫെസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ലേറ്റ് ബ്ലൈറ്റ്, റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് ഇപ്പൊ തന്നെ അത് കേൾക്കാൻ വേണ്ടിയിട്ടാണ്. ലേറ്റ് ബ്ലൈറ്റ് ഉണ്ടാക്കും. പൊട്ടറ്റോയിൽ ഏറ്റവും കോമൺ പൊട്ടറ്റോ ആണ്, പൊട്ടറ്റോ ആൻഡ് ടൊമാറ്റോ. പിന്നെ വരുന്നത് ഓക്കെ, ഇത് രണ്ടുമാണ് നിങ്ങൾ ഇപ്പൊ തന്നെ പഠിക്കേണ്ടത്. ബാക്കിയും നോക്കി വെക്കുക. നമുക്ക് അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻ ചെയ്ത് പഠിക്കാം. അതുപോലെ തന്നെ ഓൾട്ടർനേറിയ ഏർലി ബ്ലൈറ്റ് ഉണ്ടാക്കും. ബ്ലൈറ്റ് ചോദിക്കാറുണ്ട്, ലേറ്റ് ബ്ലൈറ്റ്, ഏർലി ബ്ലൈറ്റ്. അത് രണ്ടും നോക്കിയേക്കണം. ടൊമാറ്റോയിലും പൊട്ടറ്റോയിലും തന്നെയാണ്. അവിടെ പോസിറ്റീവ് ഓർഗാനിസ് ആണ് മാറുന്നത്. ആരാണ് ലേറ്റ് ബ്ലൈറ്റ് ഉണ്ടാക്കുന്നത്? ഫൈറ്റോതോറ ഇൻഫെസ്റ്റൻസ്. എയർലി ബ്ലൈറ്റ് ഉണ്ടാക്കുന്നത് ഓൾട്ടർനേറിയ സ്പീഷീസ് ആണ്. ഓക്കെ, ഇതിൽ നമുക്ക് ചോദ്യം ചെയ്യുമ്പം ഓരോന്നും എന്താണെന്നൊക്കെ പറഞ്ഞു പോവാം. എല്ലാം കൂടെ പറഞ്ഞാൽ മൊത്തം ഒരു പുകയായിരിക്കും. അപ്പൊ അതിന് ഞാൻ മുഴുതിരുന്നില്ല. നമ്മൾ ആദ്യം ഒരു ടോട്ടൽ ഒരു ബേസിക് ഐഡിയ ഉണ്ടാക്കുക, എന്നിട്ട് ചോദ്യം ചെയ്യുക, അത് പഠിക്കുക. അപ്പം ഈ ഒരു പോർഷൻ ഫുള്ള് കംപ്ലീറ്റ് ആവും. അതായിരിക്കും കുറച്ചുകൂടെ നിങ്ങൾക്ക് എളുപ്പം. ഓക്കെ, അടുത്തത് ഇപ്പൊ ഫംഗസ് നമുക്ക് മനസ്സിലാക്കി. ഫംഗസിന്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞു, യൂക്യാരിയോട്ട് ആണ്, ക്ലോറോഫിൽ ഇല്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. എക്സാമ്പിൾ ഇപ്പൊ തന്നെ പഠിച്ചു വെക്കുക. ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള 3 കാര്യങ്ങൾ, 2 പക്സീനിയ, ഫൈറ്റോതോറ. ഓക്കെ, അടുത്തൊരു ബാക്ടീരിയ ആണ്. ബാക്ടീരിയ നമുക്ക് കുറച്ചുകൂടെ അറിയാം. നമുക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ആളാണ് ബാക്ടീരിയ. മൈക്രോസ്കോപ്പിക് ആണ്. ബാക്ടീരിയ പ്രോക്യാരിയോട്ട് ആണോ യൂക്യാരിയോട്ട് ആണോ? പ്രോക്യാരിയോട്ടിന്റെ പ്രത്യേകത എന്താ? പ്രോക്യാരിയോട്ടിന്റെ പ്രത്യേകത ട്രൂ ന്യൂക്ലിയസ് ആബ്സെന്റ്. ഓക്കെ, അപ്പം ന്യൂക്ലിയസ് ആബ്സെന്റ് ആണ്. എന്നാ ഒരു പോയിന്റും കൂടി ഞാൻ ആഡ് ചെയ്തോളെ. അപ്പൊ അത് പഠിച്ചല്ലോ, എല്ലാവർക്കും മനസ്സിലായി. പ്രോക്യാരിയോട്ട് ആണ്, എന്തില്ല? ന്യൂക്ലിയസ് ഇല്ല എന്ന് മനസ്സിലായി. അപ്പൊ ഒരു പോയിന്റും കൂടി ഞാൻ ആഡ് ചെയ്യാം. പ്രോക്യാരിയോട്ടിന് ന്യൂക്ലിയസിന് പകരമുള്ള ഒരു റീജിയൻ ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ജനറ്റിക് മെറ്റീരിയൽ അവിടെ ചുമ്മാ ഇങ്ങനെ ഇട്ടേക്കുക. ആ എവിടെയാണോ ജനറ്റിക് മെറ്റീരിയൽ കാണുന്നത്, ആ ഒരു ലൊക്കേഷനെ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയോയിഡ്. ശില്പ പറഞ്ഞോളൂ. അബദ്ധം പറ്റിയതാണോ? ഹാൻഡ് റൈസ് ചെയ്തേക്കുന്നത് അറിയാതെയാണോ?
ഓക്കെ, അറിയാതെ ആയിരിക്കും. അപ്പം ഒന്നുകൂടെ പറയാം, പ്രോക്യാരിയോട്ട് ബാക്ടീരിയ ആണ്, ആർക്കിയൊക്കെ പ്രോക്യാരിയോട്സ് ആണ്. ഇവരുടെ സെല്ലിനകത്ത് ന്യൂക്ലിയസ് ഇല്ല, പക്ഷെ അവർക്ക് ഉറപ്പായിട്ട് എന്ത് വേണം? ജനിതകം DNA അല്ലെങ്കിൽ RNA വേണം, ജനറ്റിക് മെറ്റീരിയൽ വേണം. എല്ലാ ഓർഗാനിസത്തിനും ഉണ്ടത്. അപ്പം ഇത് ആ റീജിയനെ നമ്മൾ ന്യൂക്ലിയസ് എന്നല്ല വിളിക്കുക, എന്താ വിളിക്കുക? ന്യൂക്ലിയോയിഡ്. ഓക്കെ, ന്യൂക്ലിയോയിഡ്. ന്യൂക്ലിയസ് അല്ലത്, ഇറ്റ് ഈസ് നോട്ട് ട്രൂ ന്യൂക്ലിയസ്. അത് ആ ഒരു റീജിയനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയോയിഡ്. ഇതൊക്കെ ബേസിക് ആണ്, ഒന്ന് പഠിച്ചു വെച്ചേക്കണം. വലിയ വലിയ കാര്യങ്ങൾ ഒന്നും പറയുന്നില്ല. ന്യൂക്ലിയോയിഡ്. ഓക്കെ, ഇപ്പൊ മനസ്സിലായല്ലോ. അപ്പൊ ബാക്ടീരിയ പ്രോക്യാരിയോട്ടിക് ആണ്, മൈക്രോസ്കോപ്പിക് ആണ്. നമുക്ക് നേക്കഡ് ഐ കൊണ്ട് കാണാൻ പറ്റില്ല, മൈക്രോസ്കോപ്പ് വെച്ച് കാണാൻ പറ്റുള്ളൂ. ആൻഡ് ഇറ്റ് ഈസ് യൂണിസെല്ലുലാർ. നമ്മൾ മൾട്ടി സെല്ലുലാർ ആണ്. നമ്മുടെ ബോഡി ഉണ്ടാക്കിയിരിക്കുന്ന ഒത്തിരി കോശങ്ങളെ കൂട്ടിച്ചേർത്താണ്. അതിന്റെ അർത്ഥം നമ്മൾ മൾട്ടി സെല്ലുലാർ ആണ്. പ്ലാന്റ് മൾട്ടി സെല്ലുലാർ ആണ്, അല്ലെ? ഇവര് യൂണിസെല്ലുലാർ എന്ന് വെച്ചാൽ ഒറ്റ കോശമാണ് ഒരു ജീവി. ബാക്ടീരിയ അതാ ഈ കാണുന്നത് ഒരു കോശമാണ്, അതാണ് ഒരു ബാക്ടീരിയ. ഒരു ജീവി, ഒരു കോശം. ഇതാണ് യൂണിസെല്ലുലാർ. ഇവർക്ക് എന്തില്ല? ക്ലോറോഫിൽ ഇല്ല. എന്നാൽ ചില ബാക്ടീരിയക്ക് ക്ലോറോഫിൽ ഉണ്ട് കേട്ടോ. ചില ബാക്ടീരിയസ് ആർ എന്താണ് ഫോട്ടോസിന്തറ്റിക് ബാക്ടീരിയ ഉണ്ട്. എന്നാലും ജനറലി ദേ ആർ എന്താണ് എക്ലോറോഫിലസ് ആണ്. അപ്പം കാരണം സ്റ്റേറ്റ്മെന്റ് ചോദിക്കും, അതുകൊണ്ടാണ് അതുപോലെ തന്നെ എഴുതി വെച്ചേക്കുന്നത്. അപ്പം ഇവിടെ എന്താ പ്രത്യേകം? ഞാൻ പറഞ്ഞു ന്യൂക്ലിയസ് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു. അടുത്ത പോയിന്റ് ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അപ്പൊ ഇവിടെയും നമുക്ക് അതുപോലെ കുറച്ച് എക്സാമ്പിൾ പഠിക്കണം. അപ്പൊ നിങ്ങൾ പറയൂ, എയർലി ബ്ലൈറ്റ് ഉണ്ടാക്കുന്നത് ആരാണ്? എയർലി ബ്ലൈറ്റ് ഉണ്ടാക്കുന്ന പോസിറ്റീവ് എവിടെയാണ് സ്പീഷീസ് ഏതാണ്? ഏത്? ഓക്കെ 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 ഓക്കെ. ദെൻ അടുത്തത് ലേറ്റ് ബ്ലൈറ്റ് ഉണ്ടാക്കുന്നത് ഓക്കെ. റെസ്റ്റ് ഉണ്ടാക്കുന്നത് ഓക്കെ. പഠിച്ചല്ലോ, ഇത്രയേ ഉള്ളൂ. ദെൻ നെക്സ്റ്റ് വൺ നമ്മൾ പോകുന്നത് ബാക്ടീരിയൽ ഡിസീസിലേക്കാണ്. ഇതും ഒത്തിരി ഉണ്ട്, പേടിക്കേണ്ട. നമ്മൾ ഇതുപോലെ കുറച്ച് പഠിക്കും, ബാക്കി ചോദ്യം ചെയ്ത് പഠിക്കും. അപ്പം അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ക്രൗൺ ഗോൾ ഡിസീസ്. ക്രൗൺ ഗോൾ ഡിസീസ് പലവട്ടം പല എക്സാമുകൾക്കും ചോദിച്ചിട്ടുണ്ട്. ക്രൗൺ ഗോൾ ഡിസീസ് കണ്ടോ? 1 2 3 4 5 നാലാമത്തെ ക്രൗൺ ഗോൾ ഡിസീസ്. അപ്പം ഇത് പരത്തുന്ന അല്ലെങ്കിൽ ഈ ക്രൗൺ ഗോൾ ഡിസീസിന് കാരണമായിട്ടുള്ള ബാക്ടീരിയ ആണ് അഗ്രോബാക്ടീരിയം ടൂമിഫേഷ്യൻസ്. അഗ്രോബാക്ടീരിയം ടൂമിഫേഷ്യൻസ്, അതായത് ഈ പറയുന്ന പ്ലാന്റില് ചെറിയ ഒരു ഒരു മുഴ പോലെ വരും. അതാണ് ക്രൗൺ ഗോൾ എന്ന് പറയുന്നത്. അപ്പൊ ക്രൗൺ ഗോൾ ഡിസീസ് ഉണ്ടാക്കുന്ന ആളാണ് അഗ്രോബാക്ടീരിയം ടൂമിഫേഷ്യൻസ്. ഇത് ബയോടെക്നോളജിയിലും വളരെ പ്രധാനപ്പെട്ട ഒരു ബാക്ടീരിയ ആണ് അഗ്രോബാക്ടീരിയം ടൂമിഫേഷ്യൻസ്. ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, ക്രൗൺ ഗോൾ ഡിസീസ്, അഗ്രോബാക്ടീരിയം. അടുത്തത് അതിനകത്ത് പ്രധാനപ്പെട്ടത് ഏതാണ്? സ്കാബ് കണ്ടിട്ടുണ്ട്, അത്ര ഇതായിട്ട് കണ്ടിട്ടില്ല, എന്നാലും സ്കാബ് പഠിച്ചോളൂ. ആപ്പിളിലും പിയറിലും ഒക്കെ ആപ്പിൾ സ്കാബ് ഉണ്ടാക്കും. സ്ട്രെപ്റ്റോമൈസസ് സ്കാബീസ് ആണ്, എളുപ്പമാണ് പഠിക്കാൻ. ഓക്കെ, സ്ട്രെപ്റ്റോമൈസസ് സ്കാബീസ് ആണ്. ബാക്ടീരിയൽ ഡിസീസ് ഇഷ്ടം പോലെ ഉണ്ട്, പുറകെ വരും. അതിൽ കുറച്ച് മാത്രം കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ദെൻ സിട്രസ് കാങ്കർ, അത് സാന്തോമോണാസ് സിട്രി ആണ്. സിട്രസ് എന്ന് പറയുമ്പോഴേ നമുക്കറിയാം സിട്രസ് ഫ്രൂട്ട്, ഓറഞ്ച്, ലെമൺ, അതിനകത്തൊക്കെയാണ് ഈ സിട്രസ് കാങ്കർ അഫക്ട് ചെയ്യുന്നത്. അവിടുത്തെ ഓർഗാനിസം സാന്തോമോണാസ് സിട്രി ആണ്. ഓക്കെ, ക്ലിയർ ആണോ? ഇതിനകത്ത് ബാക്കി മൊത്തം നിങ്ങൾ പേടിക്കണ്ട. ക്രൗൺ ഗോൾ പഠിച്ചോ, അത് മതി തൽക്കാലത്തേക്ക്, അത് മതി. ക്രൗൺ ഗോൾ ഡിസീസ്, അഗ്രോബാക്ടീരിയം ടൂമിഫേഷ്യൻസ് പഠിച്ചു വെക്കൂ. ബാക്കി വിട്ടേക്കോ, നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്ത് പഠിക്കാം. ഇത് ഈ ക്ലാസ് ഇവിടെ തീരുന്നില്ല. ദെൻ അടുത്ത നമ്മൾ വൈറസിലോട്ടാണ് പോകുന്നത്. അപ്പൊ ഫംഗസ് പഠിച്ചു, ബാക്ടീരിയ പഠിച്ചു, വൈറസ് പഠിച്ചു. നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ എക്സാമ്പിൾ പഠിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല, അത് അടുത്ത ക്ലാസ്സിലാണ് ഒരു കുറച്ച് പോർഷൻസ് പഠിപ്പിച്ചു വിടുക. അതുപോലെ എന്താണ് ബാക്ടീരിയ, എന്താണ് വൈറസ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഇതിൽ മെയിൻ ആയിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത്. കാരണം അടുത്തതിൽ ഡിസീസ് വരുന്നുണ്ട് അടുത്ത പോർഷനിൽ, അന്നേരം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇതൊക്കെ പഠിക്കണം. അപ്പൊ അതിനു മുമ്പ് നമ്മൾ ഒന്നുകൂടെ ഇതൊക്കെ ഒന്ന് പരിചയപ്പെട്ടു പോവുക, അതാണ് ഇപ്പൊ ചെയ്യുന്നത്. ദെൻ വൈറസ്. വൈറസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇൻഫെക്ഷസ് ഏജന്റ് ആണ്. ബാക്ടീരിയയെ വെച്ച് നോക്കുമ്പോഴും ഫംഗസിനെ വെച്ച് നോക്കുമ്പോഴും വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ഓർഗാനിസം ആണ് വൈറസ് എന്ന് പറയുന്നത്. കാരണം എന്താ കാരണം?
വൈറസ് അത്രയും ഡേഞ്ചറസ് ആണെന്ന് പറയാനുള്ള കാരണം നമുക്കറിയാം, കോവിഡ് ഒക്കെ വന്നതാണ് അല്ലെ. സ്പ്രെഡിങ് കപ്പാസിറ്റി. ഇവര് നന്നായിട്ട് സ്പ്രെഡ് ചെയ്യും. അത് മാത്രമല്ല, ഇവര് ഡെഡാണ്, ഇവര് പുറത്ത് ഡെഡാണ്. ഇവര് ഒരു പ്ലാന്റിനകത്ത് കയറി കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു ഓർഗാനിസത്തിനകത്ത് കയറി കഴിയുമ്പോഴാണ് അവര് ജീവനുള്ളതാകുന്നത്, അവർ ആക്റ്റീവ് ആകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരെ തുരത്താനായിട്ട് ബുദ്ധിമുട്ടാണ്. പിന്നെ എന്തിലാണ് ഇപ്പൊ ബാക്ടീരിയ നമുക്ക് ആന്റിബയോട്ടിക് കൊടുക്കാം. ഈ ആന്റിബയോട്ടിക് എന്ന് പറഞ്ഞാൽ ബാക്ടീരിയയുടെ, ഞാൻ പറഞ്ഞില്ലേ ബാക്ടീരിയക്ക് എന്തുണ്ട്, സെൽ വോൾ ഉണ്ട്. പ്ലാന്റിന് എന്തുണ്ട്, സെൽ വോൾ ഉണ്ട്. അതുപോലെ തന്നെ വേറെ ആർക്കാ സെൽ വോൾ ഉണ്ടെന്ന് പറഞ്ഞ്, ഫംഗസിനും സെൽ വോൾ ഉണ്ട്. അപ്പൊ നമ്മൾ ബാക്ടീരിയയെ നശിപ്പിക്കാൻ യൂസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു ടാർഗറ്റ് ആണ് സെൽ വോൾ. നമ്മള് ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഒക്കെ വന്നു കഴിയുമ്പോൾ ഡോക്ടറിന്റെ അടുത്ത് പോകും. ഡോക്ടർ എന്ത് തരും, ആന്റിബയോട്ടിക് തരും. അവിടെ മിക്കവാറും തരുന്നത് ബീറ്റാലാക്റ്റിൻ ആന്റിബയോട്ടിക്സ് ആയിരിക്കും. എന്ന് വെച്ചാൽ ബാക്ടീരിയയുടെ സെൽ വോളിനെ തകർത്ത് കളയാനുള്ള ആ ഒരു എന്താണ് ആന്റിബയോട്ടിക് ആണ് ബീറ്റാലാക്റ്റിൻ ആന്റിബയോട്ടിക്സ് എന്ന് എഴുതിയെടുക്കണ്ട. ഓക്കെ, അപ്പം അത് തന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ബാക്ടീരിയയുടെ സെൽ വോളും നശിച്ചു പോകും. അങ്ങനെ നമുക്ക് ആ ബാക്ടീരിയ കൊന്നു കളയാൻ പറ്റും അല്ലെ. അപ്പം അല്ലെങ്കിൽ പ്രോട്ടീൻ ഉണ്ടാക്കുന്ന ആ മെഷീനറിയെ നമുക്ക് തടയാം. അങ്ങനെ ബാക്ടീരിയ നമുക്ക് പല പല സ്ഥലങ്ങളിൽ പോയിട്ട് നശിപ്പിച്ച് കളയാം. പക്ഷെ വൈറസ് അതിനേക്കാളും വില്ലന്മാരാണ്. ദേ ആർ ഹാക്കേഴ്സ്. ഇവർക്ക് ഒന്നുമില്ല, ഇവർക്ക് മൈറ്റോകോൺട്രിയ ഇല്ല, റൈബോസോം ഇല്ല, ഒന്നുമില്ല. ആകെ കൂടെ ഒരു കഷ്ണം RNA അല്ലെങ്കിൽ ഒരു കഷ്ണം DNA. ഇതാണ് ഒരു വൈറസ്. ചിലതിന് ഒരു പ്രോട്ടീൻ കോഡ്, ഒരു കവറിങ് ഉണ്ടാവും, നിർബന്ധമില്ല. ചിലതിന് ഒരു RNA അല്ലെങ്കിൽ ഒരു DNA മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പൊ ഇവരൊക്കെ എന്താ ചെയ്യുന്ന വെച്ചാൽ ഇവരുടെ നമ്മുടെ ബോഡിയിലോട്ട് കയറും, നമ്മുടെ റൈബോസോം എടുത്ത് പ്രോട്ടീൻ ഉണ്ടാക്കും, നമ്മുടെ മൈറ്റോകോൺട്രിയ വെച്ച് എനർജി ഉണ്ടാക്കും. അതായത് നമ്മുടെ സിസ്റ്റം തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ആർക്കെതിരെയാണ് നമ്മൾ മരുന്ന് കൊടുക്കുക, മനസ്സിലായോ? ഇവര് ഹാക്ക് ചെയ്യുവാണ് നമ്മുടെ ബോഡിയിലെ നമ്മുടെ മെഷീനറീസിനെ. അവരെന്ത് ചെയ്യുന്നു, ഹാക്ക് ചെയ്തെടുക്കുന്നു. അപ്പൊ അതുകൊണ്ടാണ് വൈറസിനെ നശിപ്പിക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണെന്ന് പറയുന്നത്. അതുപോലെ റാപ്പിഡ് ആയിട്ട് ഇവർ സ്പ്രെഡ് ചെയ്യും. ഒരാൾ കയറി കഴിഞ്ഞാൽ ഇറങ്ങി വരുന്നത് ഒരു സെല്ല് നിറയെ വൈറസുമായിട്ടായിരിക്കും. അപ്പം ഇതൊക്കെയാണ് വൈറസിന്റെ പ്രത്യേകത. അപ്പൊ നമുക്ക് ഒന്നുകൂടെ പറയാം, വൈറസ് ഇൻഫെക്ഷസ് ഏജന്റ് ആണ്. ഇവർക്ക് എൻസൈമോ ഒരു സാധനങ്ങളും ഇല്ല. RNA അല്ലെങ്കിൽ DNA, 2 ടൈപ്പ് വൈറസ് ഉണ്ട്. ചില വൈറസ് RNA വൈറസ് ആണ്. എന്ന് വെച്ചാൽ അവരുടെ ജനിതക ഘടന അല്ലെങ്കിൽ അവരുടെ ജനറ്റിക് മെറ്റീരിയല് എന്തായിരിക്കും, RNA ആയിരിക്കും. ചിലത് DNA വൈറസ് ആണ്. എന്ന് വെച്ചാൽ അവർക്ക് എന്തായിരിക്കും, DNA ആയിരിക്കും. ഉദാഹരണം കോവിഡ് എന്താണ്, RNA വൈറസ് ആണോ DNA വൈറസ് ആണോ? DNA വൈറസ്. നോ DNA. നോ RNA virus. RNA വൈറസ് ആണ്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ RT-PCR ചെയ്യുന്നത്, റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് PCR ചെയ്യുന്നത്. അതുകൊണ്ടാണ് അത് ഓർത്ത് വെച്ചേക്കുക. കോവിഡിന്റെ കേസിൽ അത് RNA വൈറസ് ആണ്. നമുക്ക് അത് വേണ്ട, പ്ലാന്റ് പഠിക്കാം. ഓക്കെ, അപ്പം എൻസൈം ഒന്നും ഇല്ല എന്ന് പറഞ്ഞു. 2 ടൈപ്പ് വൈറസ് ഉണ്ട്. സിമ്പിൾ ആയിട്ട് പറഞ്ഞ 2 ടൈപ്പ് വൈറസ് ഉണ്ട്. അവരുടെ ജനറ്റിക് മെറ്റീരിയൽ അനുസരിച്ച് DNA വൈറസ്, RNA വൈറസ്. DNA വൈറസ് എന്ന് പറഞ്ഞാൽ അവരുടെ ജനറ്റിക് മെറ്റീരിയൽ DNA ആയിരിക്കും. RNA വൈറസ് എന്ന് പറഞ്ഞാൽ RNA ആയിരിക്കും. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞ പോലെ അവരെന്ത് ചെയ്യും, നമ്മുടെ സിസ്റ്റത്തെ ഹൈജാക്ക് ചെയ്യും. എന്ന് വെച്ചാൽ നമ്മുടെ പ്രോട്ടീൻ അല്ലെങ്കിൽ നമ്മുടെ റൈബോസോം എടുത്ത ഒരു പ്രോട്ടീൻ ഉണ്ടാക്കും. അവർക്കൊരു DNA ഉണ്ടല്ലോ, അതിനെ നമ്മുടെ DNAയിലോട്ട് കയറ്റി വിട്ടിട്ട് അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കും. ആ പോയിന്റ് മനസ്സിലായോ? അതാണ് അവിടെ എഴുതിയേക്കുന്നത്. എന്താണ് റുമൈസ്, മനസ്സിലായോ? ഓക്കെ, ഇനി ചിലതിനകത്ത് DNA മാത്രമേ ഉണ്ടാവുള്ളൂ. പറഞ്ഞു, ഓൾറെഡി പറഞ്ഞു. ഇനി അതൊന്നും വേണ്ട, അതൊക്കെ മനസ്സിലാക്കി വെക്കുക. ഇത് പഠിച്ചേക്കുക. മോസ്റ്റ് ഓഫ് ദ പ്ലാന്റ് വൈറസ് ഹാവിങ് RNA. അതായത് പ്ലാന്റിൽ അഫക്ട് ചെയ്യുന്ന, പ്ലാന്റിൽ മാത്രമല്ല അനിമൽസ് ആണെങ്കിലും മിക്കവാറും കേസൊക്കെ RNA ആണ്. ഓക്കെ, RNA വൈറസ് ആണ് മെജോറിറ്റി. കാരണം അവരുടെ പരിപാടിക്ക് കുറച്ചുകൂടെ എളുപ്പം RNA ആണ്. അപ്പൊ അതിന്റെ ഉദാഹരണം പഠിച്ചു വെക്കണം. TMV വൈറസ്, TME വൈറസ്, ടുബാക്കോ മൊസൈക് വൈറസ്. ഓക്കെ, TMV വൈറസ്. ഓക്കെ, അടുത്തത് DNA വൈറസ്. അപ്പൊ നമ്മൾ മോസ്റ്റ് ഓഫ് ദ വൈറസ് RNA വൈറസ് ആണെന്ന് പറഞ്ഞല്ലേ. അപ്പൊ DNA വൈറസ് പഠിച്ചു വെക്കുക. കോളിഫ്ലവർ മൊസൈക് വൈറസ്. ഈ ചോദ്യം ഉണ്ട്, ഇന്ന് തന്നെ വരും, അവസാനത്തെ സ്ലൈഡിൽ വരും. കോളിഫ്ലവർ മൊസൈക് വൈറസ്. കാരണം വിച്ച് ഓഫ് ദ ഫോളോവിങ് ഇസ് എ DNA വൈറസ് എന്ന് ചോദിക്കാം. ബനാന ബഞ്ചി ടോപ്പ് വൈറസ്, മൈസ് സ്ട്രീക്ക് വൈറസ്, ഷുഗർ ബീറ്റ് കേളി ടോപ്പ് വൈറസ്. ഒന്ന് എഴുതി വെച്ചോളൂ. അതില് ചോദിച്ചേക്കുന്നത് കോളിഫ്ലവർ മൊസൈക് വൈറസ് ആണ് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ളത്. അപ്പൊ DNA വൈറസിന്റെ ഉദാഹരണം കോളിഫ്ലവർ മൊസൈക് വൈറസ്, ബനാന ബഞ്ചി ടോപ്പ് വൈറസ്, മൈസ് സ്ട്രീക്ക് വൈറസ്, ഷുഗർ ബീറ്റ് കേളി ടോപ്പ് വൈറസ്. എഴുതിയോ? അഭിജിത്ത് മനസ്സിലായോ?
മനസ്സിലായി. അപ്പൊ ഈ ടുബാക്കോ മൊസൈക്ക് വൈറസ് മൊസൈക്ക് പാറ്റേൺ ഉണ്ടാക്കും. ഒരു എന്താണ് എവിടെയാ ഉണ്ടാക്കുന്നത്? നമുക്ക് പല പ്ലാന്റ്സിലും ഉണ്ട്, വേരിയസ് പ്ലാന്റ്സിലാണ് അഫക്ട് ചെയ്യുന്നത്. അപ്പൊ TMV ഓർത്ത് വെച്ചേക്ക, TMV ഒരു RNA വൈറസ് ആണ്. നമ്മൾ കണ്ടിട്ടുണ്ടാവും മൊസൈക്ക് രീതിയിൽ അല്ലെ, ലീഫിൽ കണ്ടിട്ടുണ്ടാവും. ദാറ്റ് ഈസ് കോസ്ഡ് ബൈ ടുബാക്കോ മൊസൈക്ക് വൈറസ്. പിന്നെ വരുന്നത് അതിനകത്ത് പ്രധാനപ്പെട്ടത് ഏതാണ്? മെയ്സ്ട്രീക്ക് വൈറസ് നമ്മൾ പഠിച്ചു അല്ലെ. മെയ്സ്ട്രീക്ക് വൈറസ് ഒരു DNA വൈറസ് ആണോ എന്ന് ചോദിച്ചിട്ടില്ല, എന്നാലും അതൊക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്കുക. കുറച്ച് എക്സാമ്പിൾ ആണ്, പഠിച്ചു വെച്ചേക്കുക. എന്തായാലും TMV പഠിക്കുക, TMV ചോദിക്കും. ദെൻ പൊട്ടറ്റോ വൈറസ് ഉണ്ട്, അതും മൊസൈക്ക് ഉണ്ടാക്കും, നെക്രോസിസ് ഉണ്ടാക്കും. എന്ന് വെച്ചാൽ ഇങ്ങനെ ചെറുതായിട്ട് ഉണങ്ങി ഡെഡ് ആയിട്ടുള്ള ടിഷ്യൂ ആണ് നെക്രോസിസ് എന്ന് വിളിക്കുക. അപ്പൊ അതാണ് പൊട്ടറ്റോ വൈറസിന്റെ പ്രത്യേകത. ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പൊ ജസ്റ്റ് കാര്യങ്ങൾ മനസ്സിലാക്കുക. വൈറസ് എന്ന് പറഞ്ഞാല് ഹൈലി ഇൻഫെക്ഷസ് ആണ്. അവർക്ക് എന്തേ ഉള്ളൂ? DNA or RNA ഉള്ളൂ. പിന്നെ ഇത് പ്രോട്ടീൻ കോട്ടും ഉണ്ടാവുള്ളൂ. ഓക്കെ. പിന്നെന്താ പറഞ്ഞത്? അവർ നമ്മുടെ ബോഡിയെ ഹൈജാക്ക് ചെയ്യുന്ന കാര്യം പറഞ്ഞു. പ്ലാന്റ് ആണെങ്കിൽ പ്ലാന്റിന്റെ ബോഡിയെ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കുക. ഒരു DNA വൈറസിന്റെ ഉദാഹരണം, RNA വൈറസിന്റെ ഉദാഹരണം പഠിച്ചു വെക്കുക. അടുത്തതാണ് വൈറോയിഡ്സ്. വൈറോയിഡ്സ് എന്ന് പറഞ്ഞാൽ മിനി വൈറസ് ആണ്. വൈറസിനേക്കാളും കുറച്ചുകൂടെ പ്രിമിറ്റീവ് ആയിട്ടുള്ള ആളാണ് വൈറോയിഡ് എന്ന് വിളിക്കുന്നത്. അതായത് ഈ പ്ലാന്റ് സെൽസിനെ ഇൻഫെക്ട് ചെയ്യുന്നത് തന്നെയാണ് വൈറോയിഡ്സ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇവരെ നമ്മൾ മിനി വൈറസ് എന്ന് വിളിക്കും. എക്സാമ്പിൾ പറയുന്നതിന് മുമ്പ് ഇവരുടെ പ്രത്യേകത സിംഗിൾ സ്ട്രാൻഡഡ് സർക്കുലാർ RNA ആയിരിക്കും ഇവർക്ക് ഉണ്ടാവുക. വൈറോയിഡിന്റെ പ്രത്യേകത എന്താ? അവർക്ക് സ്വന്തമായിട്ടുള്ളത് എന്താ? ഒരു സർക്കുലാർ ആയിട്ടുള്ള ഒരൊറ്റ സ്ട്രാൻഡ് ഉള്ള RNA ആയിരിക്കും ഉണ്ടാവുക. ഞാൻ പറഞ്ഞു ചില വൈറസിന് പ്രോട്ടീൻ കോട്ടുണ്ട്, നടുക്ക് RNA or DNA. ഇതാണ് വൈറസിന്റെ പ്രത്യേകത. ഇവർ അതിനേക്കാളും കുറച്ചുകൂടെ പ്രിമിറ്റീവ് ആണ്. ഒരൊറ്റ RNA, വട്ടത്തിലുള്ള RNA, അത് മാത്രമേ ഉള്ളൂ. ഇതാണ് വൈറോയിഡ്സ്. ഇത്രേ ഉള്ളൂ. ഇതാണ് വൈറോയിഡ്സ്. മനസ്സിലായ? ഉദാഹരണം പൊട്ടറ്റോ, സ്പിൻഡിൽ ട്യൂബർ, ക്രൈസാന്തിമം സ്റ്റണ്ട്, കോക്കനട്ട്, കടാങ്. കിട്ടിയോ? നോട്ട് ചെയ്ത് വെച്ചോളൂ. പൊട്ടറ്റോ പറയാം. വൈറസ് മനസ്സിലായോ? ആരാ ചോദിച്ചേ? ധന്യ. ഓക്കെ, വൈറസ് മനസ്സിലായല്ലോ. വൈറസ് എന്ന് പറയുമ്പോൾ നമ്മൾ കോമൺ വൈറസിന്റെ സ്ട്രക്ചർ പറയുമ്പം വൈറസിന് ഒരു DNA അല്ലെങ്കിൽ ഒരു RNA, ഇതിലേതെങ്കിലും ഒന്നുണ്ടാവും. ഇതാ ഓക്കെ, ഒരു ജനറ്റിക് മെറ്റീരിയൽ ഉണ്ടാവും. അതിന് ചുറ്റിനും ഒരു കവറിങ് ഉണ്ടാവും. കണ്ടോ? ഒരു പ്രോട്ടീൻ കവറിങ് ഉണ്ടാവും. ഇതാണ് നോർമലി ഒരു വൈറസ്. ക്ലിയർ ആണോ? ഇതാണ് ഒരു വൈറസ്. വൈറോയിഡ് എന്ന് പറഞ്ഞാൽ പ്രോട്ടീനും ഇല്ല, ഒന്നുമില്ല, ആകെ കൂടെ ഒരു RNA. ഇതാണ് വൈറോയിഡ്സ്. വേറെ ഒന്നുമില്ല. അവർക്ക് സ്വന്തമായിട്ടൊരു RNA മാത്രമേ ഉള്ളൂ. ഇൻഫെക്ഷസ് RNA ആണ് വൈറോയിഡ് എന്ന് വിളിക്കുന്നത്. കിട്ടിയാ? ഇനി വേറെ സാധനം ഉണ്ട്, നമുക്ക് പഠിക്കാനില്ല. പ്രിയോൺസ് കേട്ടിട്ടുണ്ടോ? പ്രിയോൺസ് എന്ന് വെച്ചാൽ ഒന്നുമില്ല, ഇതുപോലെ തന്നെ RNA മാത്രം ഉള്ളതാണ് ഇൻഫെക്ഷസ് ആയിട്ടുള്ള ആള്. അതാണ് വൈറോയിഡ്. പറയാം. അത് പേടിക്കണ്ട. ഈ പറയുന്ന വൈറോയിഡും ജീവിക്കുന്നത് നമ്മളെ ഡിപ്പെൻഡ് ചെയ്താ, നമ്മുടെ ബോഡിയെ ഹൈജാക്ക് ചെയ്തിട്ടാണ് അവർ ജീവിക്കുന്നത്. അപ്പൊ ഈ RNA നമ്മുടെ ബോഡിയിലോട്ട് കടത്തി വിട്ടിട്ട് അവർ നമ്മുടെ മെഷീനറി യൂസ് ചെയ്യുക ചെയ്യുന്നത്. വൈറോയിഡ് എന്ന് പറഞ്ഞാൽ ഒറ്റ RNA മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. വളരെ സിമ്പിൾ ആണ്. വൈറോയിഡ് എന്ന് പറഞ്ഞാൽ സർക്കുലാർ ആയിട്ടുള്ള, വൈറോയിഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സർക്കുലാർ ആയിട്ടുള്ള സിംഗിൾ സ്ട്രാൻഡഡ് RNA. ഇത് മാത്രമുള്ള വൈറസുകളെയാണ് വൈറോയിഡ് എന്ന് വിളിക്കുന്നത്. കണ്ടോ? വൈറോയിഡ്സ് ആർ സ്മോൾ സിംഗിൾ സ്ട്രാൻഡഡ് സർക്കുലാർ RNA. ഇവർക്ക് ഡിസീസ് ഉണ്ടാക്കാൻ സാധിക്കും. ഇത്രയേ ഉള്ളൂ. മനസ്സിലായോ? പേരെന്താ? എന്താണ്? അൽഷിജ്നയ. മനസ്സിലായോ? ശ്രദ്ധിക്കാൻ പറ്റില്ല, ഒന്നും കൂടെ പറയാം. കുഴപ്പമില്ല. നോക്ക്, നമ്മൾ വൈറസ് പറഞ്ഞു. വൈറസിന് ഒരു RNA ഉണ്ട്, പുറത്തൊരു പ്രോട്ടീൻ ഉണ്ട്. ഇവിടെ ആ പ്രോട്ടീൻ ഇല്ല, RNA മാത്രം, ഒരൊറ്റ RNA മാത്രം, വേറെ ഒന്നുമില്ല. അതിനാണ് വൈറോയിഡ് എന്ന് വിളിക്കുക. RNA മാത്രമേ ഉള്ളൂ. അവർക്ക് മൈറ്റോകോൺട്രിയ ഇല്ല, റൈബോസോം ഇല്ല, സെൽ വോൾ ഇല്ല, പ്രോട്ടീൻ ഇല്ല, ഒന്നുമില്ല. സിംഗിൾ RNA, സിംഗിൾ സ്ട്രാൻഡഡ് RNA, സർക്കുലാർ RNA. ഇതാണ് വൈറോയിഡ്സ്. മനസ്സിലായോ? അതൊരു കൺഫ്യൂഷൻ വേണ്ട. അങ്ങനെ ജീവിക്കാൻ പറ്റും. കാരണം ഇവർക്കൊന്നും വേണ്ട. ഇവർക്ക് എനർജി കിട്ടുന്നത് എവിടുന്നാ? ആരെയാണോ അഫക്ട് ചെയ്യുന്നത് അവിടുന്ന് എനർജി എടുക്കും, അല്ലെ? ഇവർക്ക് പ്രോട്ടീൻ വേണം, എവിടുന്ന് ഉണ്ടാക്കും? ആരെയാണോ അഫക്ട് ചെയ്യുന്നത് അവിടുന്ന് പ്രോട്ടീൻ എടുക്കും. പിന്നെ കൊണ്ടു നടക്കണോ? വേണ്ട. നമ്മൾ പണ്ട് കോളേജിൽ പോകുമ്പോൾ ഒരു ബുക്കുമായിട്ട് പോകില്ലേ, അതുപോലെ
ചോറൊക്കെ വല്ലവരുടെ അടുത്ത് മേടിക്കും, അത്രേ ഉള്ളൂ ആ കൺസെപ്റ്റ്. ദെൻ അതുപോലെ തന്നെ പ്രിയോൺസ് ഉണ്ട്. പ്രിയോൺസ് എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ മാത്രമേ ഉള്ളൂ, RNA ഇല്ല, ഓൺലി പ്രോട്ടീൻ. അങ്ങനെയുള്ള ആൾക്കാരാണ് പ്രിയോൺസ്. അത് നമുക്ക് പഠിക്കാനില്ല, ഇത് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, അപ്പൊ ഇനി അതിന്റെ എക്സാമ്പിൾ നോക്കിക്കേ. എക്സാമ്പിൾ നോക്കൂ. കോക്കനട്ട് കെടാങ്, ക്രൈസാന്തിമം സ്റ്റണ്ട്, പൊട്ടറ്റോ സ്പിൻഡിൽ ട്യൂബർ. ഇത് കുറച്ച് ബുദ്ധിമുട്ടാണ്, നമുക്ക് ഈ പേരൊക്കെ ഒന്ന് പഠിച്ചു വെക്കണം. അപ്പൊ ഇത് കണ്ടിട്ട് ഇപ്പോഴേ പോരുത്, നമുക്ക് റാങ്ക് ലിസ്റ്റിൽ പേര് വേണമെങ്കിൽ നമ്മൾ കഷ്ടപ്പെട്ടേ പറ്റുള്ളൂ. അപ്പൊ അതിന് 2-3 പ്രാവശ്യം ഈ പേരൊക്കെ ഒന്ന് പഠിക്കുമ്പോൾ നമുക്കത് ഈസി ആയിട്ട് കിട്ടും കേട്ടോ. അപ്പൊ അതുകൊണ്ട് ആദ്യമേ തന്നെ ഇതാക്കി പോവരുത്, നമുക്ക് ആദ്യമേ പഠിക്കാനുള്ളത് ഈ ടോപ്പിക്കാണ്. ഏപ്രിലൊക്കെ ആവുമ്പോ ഉണ്ടാവുമായിരിക്കും, കലണ്ടർ വന്നില്ലല്ലോ, നോക്കാം, എക്സാം വരട്ടെ. കുറച്ചെണ്ണത്തിന്റെ കലണ്ടർ വന്നിട്ടുണ്ട്, ഏപ്രിലാണ്, ഇതിന്റെ വന്നിട്ടില്ല എന്ന് തോന്നുന്നു. ഓക്കെ, അപ്പൊ നമ്മള് ഫംഗസ് പഠിച്ചു, ബാക്ടീരിയ പഠിച്ചു, സെപ്റ്റംബർ വന്നു. സെപ്റ്റംബർ ആണ് കേട്ടോ. നോക്കിക്കേ, ഫംഗസ് പഠിച്ചു, ബാക്ടീരിയ പഠിച്ചു, അതുപോലെ തന്നെ വൈറസ് പഠിച്ചു, വൈറോയിഡ്സ് പഠിച്ചു. ഓക്കെ, then ഫൈറ്റോപ്ലാസ്മ. നെക്സ്റ്റ് സെപ്റ്റംബർ. ഫൈറ്റോപ്ലാസ്മ അത് ആരും കേട്ടിട്ടുണ്ടാവില്ല, ബാക്കി ഇപ്പൊ പറഞ്ഞൊക്കെ കേട്ടിട്ടുണ്ടാവും. ഇവരുടെ ഇതും ബാക്ടീരിയ തന്നെയാണ്. ഇവർക്ക് എന്തുണ്ടാവില്ല? സെൽ വോൾ ഉണ്ടാവില്ല. ഇവർക്ക് എന്തില്ല? സെൽ വോൾ ഇല്ല. അപ്പൊ സെൽ വോൾ ഇല്ലാത്ത ബാക്ടീരിയ വിളിക്കുന്ന പേരാണ് ഫൈറ്റോപ്ലാസ്മ. ഇവര് താമസിക്കുന്ന എവിടെയാണെന്നറിയോ? ഫ്ലോയത്തിലാണ്. നമ്മുടെ പ്ലാന്റിനകത്ത് നമ്മൾ വെള്ളം കുടിക്കുന്ന പോലെ പ്ലാന്റ് ചെടികളുടെ വേരിൽ നിന്ന് വെള്ളം കൊണ്ടുപോകും അല്ലെ. ഈ വെള്ളം കൊണ്ടുപോകുന്ന കുഴലുകളെ വിളിക്കുന്ന പേരാണ് സൈലം. അതുപോലെ തന്നെ ന്യൂട്രിയൻസ് കൊണ്ടുപോകുന്ന കുഴലിനെ വിളിക്കുന്ന പേരാണ് ഫ്ലോയം. അപ്പൊ അങ്ങനെ കുറച്ച് കുഴലുകളൊക്കെ ഉണ്ട്, മിനറൽസും വാട്ടറും ഒക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്, ന്യൂട്രിയൻസ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പം ഈ കുഴലുകളിലാണ് ആര് ജീവിക്കുന്നത്? ഫൈറ്റോപ്ലാസ്മ ജീവിക്കുന്നത്. ഫൈറ്റോപ്ലാസ്മ എന്ന് പറഞ്ഞാൽ ബാക്ടീരിയ ആണ്. പക്ഷെ നമ്മുടെ നോർമൽ ബാക്ടീരിയക്ക് എന്തുണ്ട്? ധന്യ പറഞ്ഞോളൂ. സെൽ വോൾ ഉണ്ട്. സെൽ വോൾ ഉണ്ട്. ഓക്കെ, പക്ഷെ ഇവിടെ ഫൈറ്റോപ്ലാസ്മയ്ക്ക് എന്തില്ല? സെൽ വോൾ ഇല്ല. അപ്പൊ അതുകൊണ്ട് എന്താ പ്രശ്നം? നമ്മൾ നോർമൽ ഒരു ബാക്ടീരിയ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആന്റിബയോട്ടിക്സ് ഒക്കെ കൊടുത്തു വിടാം. ഇവിടെ അത് പറ്റുമോ? ഇല്ല, ബിക്കോസ് ദേ ലാക്ക് സെൽ വോൾ. അപ്പൊ ഒന്നാമത്തെ ഫൈറ്റോപ്ലാസ്മ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരണം, ഫൈറ്റോപ്ലാസ്മ ലാക്ക് സെൽ വോൾ. അവർക്ക് സെൽ വോൾ ഇല്ല. അവര് നമുക്ക് പ്ലാന്റിന്റെ ഒരു കോണ്ടെക്സ്റ്റിലാണ് വേണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവര് ജീവിക്കുന്നത് ഒരു പ്ലാന്റിന്റെ ഫ്ലോയം കുഴലുകളിലാണ്, ഫ്ലോയത്തിലാണ് ജീവിക്കുന്നത്. ഇൻസെക്ടിന്റെ പോയിന്റ് നമുക്ക് വേണ്ട. ചിലത് ഇൻസെക്ടിന്റെ ഉള്ളിൽ ജീവിക്കും, അത് നമുക്ക് വേണ്ട, പ്ലാന്റിന്റെ മതി. ഫ്ലോയത്തിലാണ് ജീവിക്കുന്നത്. ദേ ആർ ഒബ്ലിഗേറ്റ് ഇൻട്രാസെല്ലുലാർ പാരസൈറ്റ് എന്ന് വെച്ചാൽ ഇവർക്ക് ഈ പ്ലാന്റിന്റെ ഫ്ലോയത്തിന് പുറത്തു പറ്റില്ല. പ്ലാന്റ് ഇല്ലെങ്കിൽ ഫൈറ്റോപ്ലാസ്മ ഇല്ല. മനസ്സിലായോ? ഒബ്ലിഗേറ്റ് എന്ന് പറഞ്ഞാൽ സ്ട്രിക്റ്റ് ആണ്, അവർക്ക് അതിനകത്ത് മാത്രമേ ജീവിക്കാൻ പറ്റുള്ളൂ എന്നാണ് അർത്ഥം. അപ്പം ഒരു കാര്യം കൂടെ പഠിച്ചു വെക്കണം, ആ ക്ലാസ് പഠിച്ചു വെച്ചേക്കുക. മൊളിക്യൂൾസ് എന്ന് പറയുന്ന ഒരു ക്ലാസ്സിനകത്താണ് ഫൈറ്റോപ്ലാസ്മ വരുന്നത്. ഇതിനൊക്കെ ഒരു അഡ്രസ് ഉണ്ട്, കിങ്ഡം, ഫൈലം, അങ്ങനെ ഒരു അഡ്രസ് ഉണ്ട്. അതിന് ക്ലാസ് മൊളിക്യൂൾസിനകത്താണ് ഫൈറ്റോപ്ലാസ്മ വരുന്നത്. ക്ലിയർ ആണോ? അപ്പം ഫൈറ്റോപ്ലാസ്മ പഠിക്കുമ്പോൾ ഒരു കാര്യം കൂടെ ഓർത്ത് വെച്ചേക്കുക, മൈക്കോപ്ലാസ്മയും കൂടെ ചോദിക്കാം. പക്ഷെ ഇത് പ്ലാന്റിനെ അഫക്ട് ചെയ്യുന്നതല്ല, ഹ്യൂമണിനെ അഫക്ട് ചെയ്യുന്നതാണ് മൈക്കോപ്ലാസ്മ. അപ്പൊ നമുക്ക് ജനറൽ ആയിട്ട് ബാക്ടീരിയ എന്നൊക്കെ തന്നേക്കുന്നതുകൊണ്ട് വേണമെങ്കിൽ മൈക്കോപ്ലാസ്മയൊക്കെ ചോദിക്കാം അല്ലെ, ബാക്ടീരിയ എന്നൊക്കെ തന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ജസ്റ്റ് ഒരൊറ്റ കാര്യം, ഫൈറ്റോപ്ലാസ്മ പ്ലാന്റിന്റെ ഫ്ലോയത്തിൽ വളരുന്ന സെൽവോൾ ഇല്ലാത്ത ബാക്ടീരിയ ആണ്. മൈക്കോപ്ലാസ്മ ഇതേപോലെ തന്നെ സെൽവോൾ ഇല്ലാത്ത ഹ്യൂമണെ അഫക്ട് ചെയ്യുന്ന ബാക്ടീരിയ ആണ് മൈക്കോപ്ലാസ്മ. ഈ കാണുന്നത് ഫൈക്കോപ്ലാസ്മയാണ്. ഫൈക്കോ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് റിലേറ്റഡ് ടു പ്ലാന്റ് എന്നാണ് അർത്ഥം. അപ്പൊ ഈ കാണുന്നത് എന്താണ്? ഫൈക്കോപ്ലാസ്മയാണ്. അവർക്ക് സെൽവോൾ ഇല്ല. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഇവിടെ എന്താ? ഫ്ലോയം ഞാൻ പറഞ്ഞല്ലോ, ഈ എന്താണ്, വെള്ളം കൊണ്ടുപോകണം, ന്യൂട്രിയൻസ് കൊണ്ടുപോകണം. വെള്ളം കൊണ്ടുപോകുന്നത് സൈലവും ന്യൂട്രിയൻസ് കൊണ്ടുപോകുന്നത് ഫ്ലോയം ആണ്. അപ്പൊ ഈ ഫ്ലോയത്തിനകത്ത് ഈ വക ആൾക്കാർ കയറി ഇരിക്കുമ്പോ എന്താ സംഭവിക്കുക? ഷുഗർ, ന്യൂട്രിയൻസ്, ഇലക്കകത്ത് ഫോട്ടോസിന്തസിസ് നടത്തും അല്ലെ. പ്ലാന്റ് എവിടെയാ ഫോട്ടോസിന്തസിസ് അല്ലെങ്കിൽ പ്രകാശ സംശ്ലേഷണം നടത്തുന്നത്? ലീഫിനകത്താ. അപ്പൊ അവിടെ ന്യൂട്രിയൻസ് ഉണ്ടായി, അവര് ഷുഗർ ഉണ്ടാക്കി. ഈ ഷുഗർ ലീഫിനകത്ത് നിന്ന് എടുത്ത് അതിന്റെ സ്റ്റെമ്മിൽ കൊണ്ടുപോകണം, റൂട്ടിൽ കൊടുക്കണം അല്ലെ, ഫ്ലവറിൽ കൊടുക്കണം, ഫ്രൂട്ടിൽ കൊടുക്കണം. ന്യൂട്രിയൻസ് വേണ്ടേ? ഭക്ഷണം വേണം. അപ്പം ഇത് കൊണ്ടുപോകുന്ന പല സ്ഥലത്തേക്ക് എത്തിക്കുന്ന കുഴലുകളാണ് ഫ്ലോയം കുഴലുകൾ. അപ്പൊ ഫ്ലോയം കുഴലിനകത്ത് ഇങ്ങനത്തെ ഒരാൾ ഇരിക്കുമ്പോ
എന്താ നോർമലി അവർക്ക് ഈ മിനറൽസ് ട്രാൻസ്പോർട്ട് അല്ലെങ്കിൽ ന്യൂട്രിയൻസ് ട്രാൻസ്പോർട്ട് ഒന്നും നടക്കില്ല. മിനറൽസ് അല്ലാട്ടോ ന്യൂട്രിയൻസ് ട്രാൻസ്പോർട്ട് ഒന്നും നടക്കില്ല. അപ്പൊ അത് ഒരു നോർമൽ പ്ലാന്റിന്റെ ലൈഫിനെ അത് അഫക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ഇതെങ്ങനെയാ അടുത്തത് എങ്ങനെയാണ് സ്പ്രെഡ് ചെയ്യുന്നത്? ഈ പറയുന്ന ഫൈറ്റോപ്ലാസ്മ സ്പ്രെഡ് ചെയ്യുന്നത് സാപ്പ് സക്കിംഗ് ഇൻസെക്ട് എന്ന് വെച്ചാൽ ഈ ഇതിന് കറയില്ലേ, പ്ലാന്റിന് കറയില്ലേ, സാപ്പില്ലേ, ഈ സാപ്പ് സക്ക് ചെയ്യുന്ന ചില ഇൻസെക്റ്റുകളുണ്ട്. ഒരെണ്ണം പറയാമോ? വളരെ പ്രധാനപ്പെട്ട ഒരെണ്ണം ഉണ്ട്, അത് പഠിച്ചു വെക്കും വേണം. സാപ്പ് ഏഫിഡ്സ് പഠിച്ചു വെക്കണം. സാപ്പ് സക്കിംഗ് ഇൻസെക്ട് ഇതിന് തൊട്ട് മുമ്പത്തെ എൻഡമോളജിക്കകത്ത് വളരെ പ്രധാനപ്പെട്ടതാണ്. വീഡിയോ ക്ലാസ് വന്നിട്ടുണ്ടായിരുന്നു, 2 ക്ലാസ് വന്നിട്ടുണ്ട്. അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഏഫിഡ്സ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഏഫിഡ്സ് സാപ്പ് സക്കിംഗ് കാറ്റഗറിയിൽ വരുന്നതാണ്. ഈ സാപ്പ് സക്കിംഗ് എന്ന് പറയുമ്പോൾ തന്നെ ഏഫിഡ്സ് ഓർത്ത് വെച്ചാൽ മതി, വേറെ ഒന്നുമില്ല. ഏഫിഡ്സ് ഫിഗർ ആ ക്ലാസ്സിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഏഫിഡ്സ് സാപ്പ് സക്കിംഗ് ആണ്. അപ്പം അവരിലേക്ക് ഈ പറയുന്ന ഫൈറ്റോപ്ലാസ്മ വരും, എന്നിട്ട് ഇത് അടുത്ത പ്ലാന്റിൽ പോയിട്ട് സക്ക് ചെയ്യുമ്പോൾ അങ്ങോട്ട് പോകും. അങ്ങനെയാണ് ഇവര് സ്പ്രെഡ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? ഒരു ഹെൽത്തി പ്ലാന്റിനെ ഈ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഏഫിഡ്സ് ഫീഡ് ചെയ്യുന്ന സമയത്ത് അത് അതിലേക്കും കൂടെ വരുന്നു. അത് എന്നിട്ട് എന്ത് ചെയ്യുന്നു? വീണ്ടും ഈ പറയുന്ന സെയിം ഡിസീസ് ഹെൽത്തി പ്ലാന്റിൽ വരുന്നു. നമുക്കറിയാലോ, നോർമലി വരുന്ന പോലെ വരുന്നു. ക്ലിയർ ആണോ? പക്ഷെ ഇവിടെ കുറച്ചുകൂടി ബുദ്ധിമുട്ടാ ഫൈറ്റോപ്ലാസ്മയെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി. കാരണം അവർക്ക് സെൽ വോൾ ഇല്ല. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം കുറച്ചൊക്കെ ഇൻസെക്ടിസൈഡ് യൂസ് ചെയ്യുക. നമ്മൾ ഈ പറയുന്ന ഏഫിഡ്സ് ഒക്കെ ഇരിക്കുന്ന കണ്ട അതിനൊക്കെ പിടിച്ച് കത്തിച്ച് കളയുക, ആ പ്ലാന്റ് ഫുള്ള് കത്തിച്ച് കളയുക. അതുപോലെ തന്നെ റെസിസ്റ്റന്റ് ആയിട്ടുള്ള പ്ലാന്റ് വെറൈറ്റീസ് ഒക്കെ യൂസ് ചെയ്യുക. ഇൻസെക്ട് ഒന്നും ആക്രമിക്കാത്ത തരത്തിലുള്ള BT ടൈപ്പ് ഒക്കെ യൂസ് ചെയ്യുക. അതൊക്കെ ഉള്ളു മാർഗം. അടുത്തതാണ് ഇപ്പൊ ഈ നിങ്ങൾ കേട്ടിട്ടുണ്ടാവാൻ സാധ്യതയില്ല, സ്പൈറോപ്ലാസ്മ, അതുപോലെ തന്നെ ഇപ്പൊ പറഞ്ഞ പോലെ ഫൈറ്റോപ്ലാസ്മ ഒന്നും കേൾക്കാത്ത സാധനങ്ങളാണ് കമ്പയർ ടു ബാക്ടീരിയ, വൈറസ് ഒക്കെ. അപ്പൊ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഈ സ്പൈറോപ്ലാസ്മ ഇപ്പൊ നമ്മൾ ഇപ്പൊ പറഞ്ഞ സെയിം അതേപോലെ തന്നെ ആളാണ് സ്പൈറോപ്ലാസ്മ. അവർ സെയിം ഗ്രൂപ്പിലാണ് വരുന്നത്, മൊളിക്യൂൾസ്. എന്താ പ്രത്യേകത? ദേ ഓൾസോ ലാക്ക് സെൽ വോൾ. പേരിനകത്തുണ്ട് സ്പൈറോപ്ലാസ്മ. അവരെ മൂവ് ചെയ്യുന്ന കണ്ടോ? ഫിഗർ കാണാലോ, മൂവ് ചെയ്യുന്ന കണ്ടോ? സ്പൈറൽ ഷേപ്പ് ആണ് അവരുടെ ഷേപ്പ്. നോക്കിക്കേ, സ്പൈറൽ ഷേപ്പ് ആണ്. അതുകൊണ്ടാണ് ആ പേര് വന്നത്. സെയിം ആണ്, ബാക്ടീരിയ ആണ്, ബാക്ടീരിയക്കാളും ചെറുതാണ്, സ്പൈറൽ ഷേപ്പ് ആണ്, ഫ്ലോയത്തിനകത്ത് താമസിക്കുന്ന ആളാണ്. അപ്പം ഇതൊക്കെ ചിലപ്പോ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാം. അപ്പൊ അതുകൊണ്ട് അത് പഠിച്ചു വെക്കാൻ എളുപ്പമാണ്. മറ്റേത് പഠിച്ചാൽ ഇത് എളുപ്പമാണ്. സെയിം ആ, ഒറ്റ വ്യത്യാസമേ ഉള്ളൂ, ദേ ആർ സ്പൈറൽ ഇൻ ഷേപ്പ്. ബാക്കിയൊക്കെ സെയിം ആണ്. ഫ്ലോയത്തിനെയാണ് അഫക്ട് ചെയ്യുന്നത്. ഓക്കെ, ഉദാഹരണം ചില പ്ലാന്റ്സിന്റെ പേര് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ എന്താണ് സ്പെസിഫിക് പ്ലാന്റിന്റെ പേരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഇവിടെ നിൽക്കട്ടെ, നമുക്ക് പിന്നെ നോക്കാം, ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നോക്കാം. ഇത്രയും കാര്യം മനസ്സിലായോ? എന്നിട്ട് ആൽഗയിലോട്ട് പോവാം. ഞാൻ ആദ്യം പറഞ്ഞ ഫംഗസ് മുതല് സ്പൈറോപ്ലാസ്മ വരെ ഒരു ബേസിക് ഐഡിയ, ഒരു 80% മനസ്സിലായോ? ഓക്കെ. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാറുണ്ട്? ചോദിച്ചോ. മനസ്സിലാവാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോ. ഫംഗസ് ഒന്ന് ചെറുതായിട്ടൊന്ന് പറയാമോ? ഞാൻ ജോയിൻ ചെയ്തില്ലായിരുന്നു. അപ്പൊ പറയാം. ഫംഗസ് എന്ന് പറഞ്ഞാൽ ബ്രെഡിനകത്ത് പൂപ്പൽ വരും അല്ലെ? അതുപോലെ നമ്മൾ കഴിക്കുന്ന മഷ്റൂം, ഇതൊക്കെയാണ് ഫംഗസ്. ഫംഗസ് എന്ന് പറഞ്ഞാൽ ഒരു യൂക്കാരിയോട്ടിക് ആയിട്ടുള്ള ഒരു ഓർഗാനിസ. യൂക്കാരിയോട്ട് എന്ന് പറഞ്ഞാൽ എന്താ പ്രത്യേകത? അവരുടെ കോശത്തിന് ന്യൂക്ലിയസ് ഉണ്ടാകും. അപ്പൊ ഫംഗസ് യൂക്കാരിയോട്ട് ആണ്. എക്സാമ്പിൾ ഞാൻ പറഞ്ഞു, ഇപ്പൊ പറഞ്ഞത് കോമൺ എക്സാമ്പിൾ ആണ്, പ്ലാന്റിന്റെ എക്സാമ്പിൾ ഒന്നും അല്ല. പ്ലാന്റിന്റെ എക്സാമ്പിൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഫൈറ്റോതോറ പോലെയുള്ള ചില ഫംഗസ് ആണ് പ്ലാന്റിൽ ഡിസീസ് ഉണ്ടാക്കുന്ന ഫംഗസുകൾ. ഇപ്പൊ ഫംഗസ് ഒരു യൂക്കാരിയോട്ട് ആണ്. അവർക്ക് എന്തുണ്ട്? സെൽ വോൾ ഉണ്ട്. ഏറ്റവും പുറമെ ഒരു സെൽ വോൾ ഉണ്ട്. ആ സെൽ വോളിനകത്ത് 2 പ്രധാനപ്പെട്ട പോളിസാക്കറൈഡുകൾ ഉള്ളത്. ഒന്ന് സെല്ലുലോസ്, 2 കൈറ്റിൻ. സെല്ലുലോസ്, കൈറ്റിൻ. അങ്ങനെ ചോദിക്കും, കൈറ്റിന് സെൽ വോൾ ഈസ് പ്രസന്റ് ഇൻ ഫംഗസ്. പ്ലാന്റിൽ കൈറ്റിൻ ഉണ്ടാവില്ല, ഫംഗസിലാണ് കൈറ്റിൻ ഉണ്ടാവുക. അപ്പൊ അതുകൊണ്ട് അത് ചോദിക്കും, ഇമ്പോർട്ടന്റ് ആണ്. അതൊക്കെയാണ് ഫംഗസുമായിട്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇനി PPT കിട്ടുമ്പോൾ നോക്കിയാൽ മതി. ഓക്കെ, അടുത്തതാണ് സ്പൈറോപ്ലാസ്മ നമ്മൾ പറഞ്ഞു. അടുത്തതാണ് ആൽഗെ. ആൽഗയെ പറ്റി, ഫംഗസിനെ പറ്റിയുള്ള സ്റ്റഡി എന്താ പറഞ്ഞല്ലോ? മൈക്കോളജി. ആൽഗെ പറ്റിയിട്ടുള്ള സ്റ്റഡി ആർക്കെങ്കിലും പറയാവോ? ആൽഗെ പറ്റിയിട്ടുള്ള സ്റ്റഡി ശരി. ഫൈക്കോളജി. സ്റ്റഡി ഓഫ് ആൽഗെ ഈസ് കോൾഡ് ഫൈക്കോളജി. അപ്പൊ സെയിം ആണ്. ആൽഗയും യൂക്കാരിയോട്ട് ആണ്.
ഇവര് യൂണിസെല്ലുലാർ എന്ന് വെച്ചാൽ ഒറ്റ സെല്ലുള്ള ആൽഗയുണ്ട്, മൾട്ടിപ്പിൾ നമ്മുടെ പോലെ ഒത്തിരി സെല്ല് കൊണ്ട് ബോഡി ഉണ്ടാക്കിയിരിക്കുന്ന ആൽഗയും ഉണ്ട്. ഓക്കെ, കൂടുതലായിട്ടും ഇവർ കാണുന്നത് അക്വാട്ടിക് എൻവയോൺമെന്റിലാണ്. കുറച്ച് വെള്ളം വേണം എങ്കിലേ ഇവർക്ക് ജീവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്നാലും മിക്കതിനും ടെറസ്ട്രിയൽ കണ്ടീഷനിലും ജീവിക്കാനായിട്ട് സാധിക്കും. ഇവരുടെ പ്രത്യേകത, ഫംഗസിന്റെ ഒരു പ്രത്യേകത എന്താ? അതേ ലാക്ക് ക്ലോറോഫിൽ. പിന്നെ അവരെന്താ ചെയ്യാ ഭക്ഷണം കഴിക്കാൻ? ഫംഗസ് എന്താ ഭക്ഷണം കഴിക്കാൻ ചെയ്യാ? ദേ ആർ സാപ്രോഫൈറ്റിക്. ദേ എന്താണ് ടേക്ക് ഫുഡ് ഫ്രം ഡീക്കേയിങ് ഓർഗാനിക് മാറ്റർ. യെസ്, ഈ ആൽഗെ എന്ന് പറയുന്നത് കിങ്ഡം പ്ലാന്റയിൽ വരുന്നതാ. എന്ന് വെച്ചാൽ പ്ലാന്റ് ആണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? അവർക്ക് ക്ലോറോഫിൽ ഉണ്ട്, അവർക്ക് ആന്റിജൻ മോളിക്യൂൾ ആയിട്ടുള്ള ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്ന ഓർഗനൽ ഉണ്ട്, അതിനകത്ത് ക്ലോറോഫിൽ എന്ന ആന്റിന ഉണ്ട്. സോ ദേ ക്യാൻ അബ്സോർബ് ലൈറ്റ് ആൻഡ് ദേ ക്യാൻ സിന്തസൈസ് ദെയർ ഓൺ ഫുഡ്. എന്ന് വെച്ചാൽ അവർക്ക് പ്രകാശ സംശ്ലേഷണം സ്വന്തമായിട്ട് നടത്തി സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്. മനസ്സിലായോ? അപ്പൊ വേറെ ആരെയും ആശ്രയിക്കേണ്ട ആവശ്യമില്ല. ദേ കണ്ടെയ്ൻ ക്ലോറോഫിൽ ആൻഡ് ദേ ആർ ഫോട്ടോസിന്തറ്റിക്. പിന്നെ അവർക്ക് റീപ്രൊഡക്ഷൻ അസെക്ഷൽ, പ്ലാന്റിന്റെ പോലെ തന്നെ വിത്ത് വഴി, അതായത് സെക്ഷൽ വഴിയും അസെക്ഷൽ വഴിയും രണ്ട് വഴിയും നടക്കും. ആൻഡ് സ്റ്റഡി ഓഫ് ആൽഗെ ഈസ് കോൾഡ് ഫൈക്കോളജി. അത്രേ ഉള്ളൂ. ആൽഗെ സിമ്പിൾ ആണ്. ഇനി പഠിക്കേണ്ടത് ഇതാണ്, ഗ്രീൻ ആൽഗയുടെ പേര് പഠിച്ചു വെക്കുക. ഗ്രീൻ കളർ ആയതുകൊണ്ടാണല്ലോ നമ്മൾ അതിനെ ഗ്രീൻ ആൽഗെ എന്ന് വിളിച്ചത്. പേര് ക്ലോറോഫൈറ്റ. ക്ലോറോഫൈറ്റ. ഗ്രീൻ കളർ വരാനുള്ള കാരണം, ചെടിക്ക് ഗ്രീൻ കളർ വരാനുള്ള കാരണം ആരാ? പ്ലാന്റിന് ഗ്രീൻ കളർ വരാനുള്ള കാരണം ആരാ? ക്ലോറോഫിൽ ആണ്. സെയിം ആണ് ക്ലോറോഫിൽ. എയും ബിയും ഒക്കെ ഇതിനകത്തുണ്ട്. അതുകൊണ്ടാണ് ക്ലോറോഫൈറ്റയ്ക്ക് ഗ്രീൻ കളർ വരാൻ കാരണം. റെഡ് ആൽഗെ പേര് റോഡോഫൈറ്റ. റോഡോഫൈറ്റ. ഇതിനകത്തൊരു പിഗ്മെന്റ് ഉണ്ട്, ഫൈക്കോബിലിൻ. ഫൈക്കോബിലിൻ, അതാണ് ഈ റെഡ് കളർ കൊടുക്കുന്നത്. ഇപ്പൊ ഗ്രീൻ ആൽഗെ ക്ലോറോഫൈറ്റ, റെഡ് ആൽഗെ റോഡോഫൈറ്റ. റെഡ് ആൽഗയ്ക്കകത്തുള്ള പിഗ്മെന്റ് ഫൈക്കോബിലിൻ, ഓർത്ത് വെച്ചേക്കുക, ഫൈക്കോബിലിൻ. ബ്രൗൺ ആൽഗയാണ് ഫിയോഫൈറ്റ. അവിടെയുള്ള പിഗ്മെന്റ് കണ്ടോ, ഒരു യെല്ലോവിഷ് ബ്രൗൺ പിഗ്മെന്റ് ആണ് അതിനകത്ത് ഉള്ളത്. പേര് ഫ്യൂക്കോസാൻഡിൻ. ഫൈക്കോബിലിൻ. ഫൈക്കോബിലിൻ. റെഡ് ആൽഗെ എന്ന് പറഞ്ഞാൽ ഒരു റെഡിഷ് കളറാണ്. അപ്പൊ ഈ റെഡ് നമ്മൾ പറഞ്ഞു, ഗ്രീൻ പ്ലാന്റിന് പച്ച കളർ കൊടുക്കുന്നത് ആരാ? ക്ലോറോഫിൽ ആണ് അല്ലെ? പ്ലാന്റിന് അതേപോലെ റെഡ് ആൽഗയ്ക്ക് കളർ കൊടുക്കുന്ന ഒരു പിഗ്മെന്റ് ആണ്. ഇവർക്ക് അകത്തൊരു പിഗ്മെന്റ് ഉണ്ട്, ക്ലോറോഫിൽ പോലെ തന്നെ റെഡ് കളറിലുള്ള പിഗ്മെന്റ്. അപ്പൊ അതിന്റെ പേരാണ് ഫൈക്കോബിലിൻ. 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 ഇവിടെയുണ്ട്, സ്ലൈഡിലുണ്ട്. ഫൈക്കോബിലിൻ. ഫൈക്കോബിലിൻ. ഓക്കെ, അടുത്തത് എന്താണ്? ബ്രൗൺ ആൽഗെ ഫിയോഫൈറ്റ. അവർക്ക് ഈ കളറിൽ യെല്ലോവിഷ് ബ്രൗൺ കളർ കൊടുക്കുന്നത് ഫ്യൂക്കോസാൻഡിൻ ആണ്. ഫ്യൂക്കോസാൻഡിൻ, അതും അവിടെ ഉണ്ട്. ഫ്യൂക്കോസാൻഡിൻ. നിങ്ങൾ ഈ ബ്രൗൺ ആൽഗെ എന്ന് വെച്ചാൽ ഫിയോഫൈറ്റ ആന്ന് പഠിക്കണം, പിഗ്മെന്റും പഠിക്കണം. അതാണ് അവിടെ ബോൾഡ് ആക്കി ഇട്ടേക്കണം, അത് പഠിച്ചേക്കണം കേട്ടോ. ദെൻ ഡയാറ്റംസ്. ഡയാറ്റം വരുന്നത് ബാസിലാരിയോഫൈറ്റയ്ക്കകത്താണ്. ഇവര് സിംഗിൾ സെൽഡ് ആൽഗെ. നമ്മൾ പറഞ്ഞു ആൽഗെ സിംഗിൾ സെല്ലുണ്ട് അല്ലെ, മൾട്ടി സെല്ലുലാർ ഉണ്ട്. അപ്പൊ ഡയാറ്റംസ് എന്ന് പറഞ്ഞാൽ ഇവര് സിംഗിൾ സെൽഡ് ആയിട്ടുള്ള ആൽഗയാണ്. ഇവരുടെ പ്രത്യേകത, ഇവരുടെ സെൽ വോള് സിലിക്ക കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ സെൽ വോളിനകത്ത് സിലിക്ക ഉള്ള ആൾക്കാരാണ് ഡയാറ്റംസ്. കിട്ടിയോ? ഇതൊന്നുകൂടെ ഞാൻ പറയാം. ഗ്രീൻ ആൽഗെ ക്ലോറോഫൈറ്റ അല്ലെങ്കിൽ ക്ലോറോഫൈസിയെ, അവിടെ ക്ലോറോഫിൽ എ, ക്ലോറോഫിൽ ബി, ക്ലോറോഫിൽ എന്ന് പഠിച്ചാലും മതി. ദെൻ റെഡ് ആൽഗെ റോഡോഫൈറ്റ, ഫൈക്കോബിലിൻ. ബ്രൗൺ ആൽഗെ ഫിയോഫൈറ്റ, ഫ്യൂക്കോസാൻഡിൻ. ഡയാറ്റംസ് ബാസിലാരിയോഫൈറ്റ, സെൽ വോൾ കണ്ടെയ്ൻ സിലിക്ക. ഇനി ഡയനോഫ്ലജലേറ്റും കൂടെ ഉണ്ട്. അവിടെ നിങ്ങൾക്ക് പിഗ്മെന്റ് ഒന്നും പഠിക്കണ്ട, സിംഗിൾ സെൽഡ് ആയിട്ടുള്ള ആൽഗയാണ്. ചില നമ്മള് എന്താ പറയാ, ഈ കൊച്ചി ഭാഗത്തൊക്കെ എന്ത് പൊങ്ങിന സിനിമയ്ക്കകത്തില്ലേ ഫ്ലൂറസെന്റ് കളർ, വെള്ളം ഇങ്ങനെ അനക്കുമ്പോ, ബിക്കോസ് ബയോലുമിനസെൻസ്, അതായത് മിന്നാമിനുങ്ങി കാണിക്കുന്ന പോലെ ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിവുള്ള ആൾക്കാരാണ് മിക്കവാറും ഡൈനോഫ്ലജലേറ്റ്. ഈ രാത്രിയിലൊക്കെ അങ്ങനെയാണ് വെള്ളത്തിൽ ലൈറ്റ് കാണുന്നത്, ഈ ഡൈനോഫ്ലജലേറ്റ് ഉള്ളത് കൊണ്ടിട്ടാണ്. അപ്പം അത് ജസ്റ്റ് അത്ര ഇമ്പോർട്ടന്റ് അല്ല, ബാക്കിയുള്ളതാണ് അവിടെ ഇമ്പോർട്ടന്റ്. അപ്പൊ മനസ്സിലായോ? ആൽഗെ മനസ്സിലായോ? അടുത്തതാണ് പ്രോട്ടോസോവ. പ്രോട്ടോസോവ ഇവരും സിംഗിൾ സെൽഡ് ആണ്, യൂക്യാരിയോട്ടിക് ആണ്. എന്താ പ്രത്യേകത? ഫംഗസ് യൂക്യാരിയോട്ടിക് ആണ്, പ്രോട്ടോസോവ യൂക്യാരിയോട്ട് ആണ്. ആൽഗയോ? ആൽഗയോ
യൂക്കാരിയോട്ട്. യൂക്കാരിയോട്ട് ആണ്. ബാക്ടീരിയ, പ്രോകാരിയോട്ട്. ഫൈക്കോപ്ലാസ്മ, പ്രോകാരിയോട്ട്. പ്രോകാരിയോട്ട്. ആൻഡ് മറ്റതും ആരാണ്? സ്പൈറോപ്ലാസ്മ ഈസ് ഓൾസോ പ്രോകാരിയോട്ട്. ന്യൂക്ലിയസ് ഇല്ല. ഓക്കെ, ശരി. പ്രോട്ടോസോവ യൂക്കാരിയോട്ടിക് ആണ്. ഇവരെ ക്ലാസിഫൈ ചെയ്തേക്കുന്ന കിങ്ഡം ആണ് പ്രോട്ടിസ്റ്റ. ആൽഗെ ക്ലാസിഫൈ ചെയ്തേക്കുന്ന കിങ്ഡം ഏതാണ് എന്ന് വെച്ചാൽ, കിങ്ഡം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മള് പ്ലാന്റ് നമ്മള് ഇത് അറിയാവുന്ന ആൾക്കാരുണ്ടാവും, ബോറടിക്കണ്ട. കാരണം കുറെ ആളുകൾക്ക് ചിലപ്പോ കണക്ഷൻ കിട്ടിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചാണ് അങ്ങ് ബേസി എന്ന് പറഞ്ഞു വരുന്നത് കേട്ടോ, അല്ലെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. നമ്മള് പ്ലാന്റ് എന്ന് പറയുന്ന ഒരു എന്താണ് കിങ്ഡത്തിനകത്ത് അപ്പെടുത്തേക്കുന്നത്. നമ്മള് ഇന്ത്യ, ലോകം, ഇന്ത്യ, കേരളം, അതിൽ എറണാകുളം, അതിനകത്ത് പിന്നെ അങ്ങനെ പോകുന്ന പോലെ ഓരോന്നിനും ഓരോ അഡ്രസ് ഉണ്ട്. ഓരോ ജീവികൾക്കും ഓരോ സസ്യങ്ങൾക്കും ഒരു അഡ്രസ് ഉണ്ട്. അപ്പൊ അതിനകത്തെ ആ കിങ്ഡം അനിമാലിയ എന്ന് പറഞ്ഞാൽ അനിമൽ എല്ലാം വരുന്ന കിങ്ഡം ആണ്. കിങ്ഡം പ്ലാന്റ് എന്ന് പറഞ്ഞാൽ പ്ലാന്റ് എല്ലാം വരുന്ന കിങ്ഡം ആണ്. അപ്പൊ ആൽഗെ വരുന്നത് കിങ്ഡം എവിടെയാണ്? പ്ലാന്റേക്കകത്താണ്. ഇവിടെ പ്രോട്ടോസോവ വരുന്നത് എവിടെയാണ്? കിങ്ഡം പ്രോട്ടിസ്റ്റയ്ക്കകത്താണ്. 5 കിങ്ഡംസ് ഉണ്ട്. പ്രോട്ടിസ്റ്റയ്ക്കകത്താണ് പ്രോട്ടോസോവ. ബാക്ടീരിയ വരുന്ന എവിടെയായിരിക്കും? മൊനീറ കറക്റ്റ് ആണ്, മൊനീറ. അപ്പം പ്രോട്ടോസോവ എന്ന് പറഞ്ഞാല് എവിടെ വരുന്നതാണ്? പ്രോട്ടിസ്റ്റയ്ക്കകത്ത് വരുന്നതാണ്. സിംഗിൾ സെല്ലാണ്. ഈ കാണുന്ന പോലെ നമ്മുടെ വളരെ ചെറുതായിട്ടുള്ള, മൈക്രോസ്കോപ്പ് ഒക്കെ വെച്ച് നോക്കിയാൽ കാണുന്ന വളരെ ചെറുതായിട്ടുള്ള ചില ജീവികളാണ് ഈ പ്രോട്ടിസ്റ്റ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രോട്ടോസോവ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇവിടെ പ്രധാനമായിട്ടും മാസ്റ്റിഗോഫോറ എന്ന് പറയുന്ന ഒരു ക്ലാസ്സിനകത്താണ് മാസ്റ്റിഗോഫോറ നമുക്ക് വരുന്ന, അല്ലെങ്കിൽ ഈ പ്ലാന്റിനകത്തെ പ്രധാനപ്പെട്ട ആൾക്കാരൊക്കെ വരുന്നത് മാസ്റ്റിഗോഫോറ, ഓർഡർ കൈനറ്റോപ്ലാസ്റ്റിഡ, ഫാമിലി ട്രിപ്പാനോസൊമാറ്റിഡ ഇതിനകത്താണ്. വിട്ടേക്കൂ, ഇപ്പൊ പഠിക്കണ്ട. ഇനി ഇത് പ്രധാനമായിട്ടും പല സാധനങ്ങൾ ഉണ്ടാക്കും. അതിൽ പ്രധാനപ്പെട്ടതാണ് ഫ്ലോയം നെക്രോസിസ് ഡിസീസ്. കോഫിക്കകത്ത് ഉണ്ടാക്കുന്ന ഫ്ലോയം നെക്രോസിസ്. നമ്മളിപ്പോ പറഞ്ഞില്ലേ, ന്യൂട്രിയൻസ് കൊണ്ടുപോകുന്ന ഫ്ലോയം, ആ ഫ്ലോയത്തിനെ നശിപ്പിച്ചു കളയും. നെക്രോസിസ് എന്ന് പറഞ്ഞാല് കോശങ്ങളെ നശിപ്പിച്ചു കളയുന്ന ഒരു പ്രോസസ്സാണ് നെക്രോസിസ്. അപ്പം അങ്ങനെ നെക്രോസിസിന് കാരണമാകും ഫ്ലോയം നെക്രോസിസ് ഡിസീസ്. എവിടെയാ ഉണ്ടാകുന്നത്? അങ്ങനെ ചോദിക്കാം. ഫ്ലോയം നെക്രോസിസ് ഡിസീസ് ഏത് വിളയെയാണ് ബാധിക്കുന്നത്? കോഫി, പൊട്ടറ്റോ, ടൊമാറ്റോ എന്ന് പറയുന്ന കോഫി. അപ്പൊ അത് ഓർത്ത് വെക്കുക. അതുപോലെ ഹാർട്ട് റോട്ട് ഡിസീസ് ഓഫ് കോക്കനട്ട് പാം, ഇതൊക്കെയാണ് ഉദാഹരണം നമ്മളുടെ പ്രോട്ടോസോവൻ ഡിസീസ്. അതിലെ കിങ്ഡം മാത്രമേ ഇപ്പൊ പഠിക്കാം, ബാക്കി നമുക്ക് ചോദ്യം ചെയ്ത് പഠിക്കാം. അടുത്തതാണ് നെമാറ്റോഡ്. പ്രോട്ടോസോവ ഒന്നുമില്ല. നിങ്ങൾ അമീബ കേട്ടിട്ടുണ്ടോ? അമീബ ഇതൊക്കെ പ്രോട്ടോസോവൻസ് ആണ്. അതൊക്കെയാണ് പ്രോട്ടോസോവൻസ്. അപ്പൊ നമുക്ക് പ്ലാന്റ് ആയതുകൊണ്ട് കുറച്ചുകൂടെ ആ ഒരു ഇതിലേക്ക് വന്നു എന്ന് മാത്രമേ ഉള്ളൂ. ദെൻ നെമാറ്റോഡ്സ്, ഉരുണ്ട വിരകൾ, റൗണ്ട് വോംസ് ആണ് നെമാറ്റോഡ്. ആ ഫിഗറിൽ കണ്ടോ? നെമാറ്റോഡ്സ് കണ്ടോ? റൗണ്ട് വോംസ്, അതായത് നമ്മൾ കാണുന്ന പോലെ മണ്ണിര ഒന്നും അല്ല, കണ്ണിന് കാണാൻ പറ്റാത്ത വളരെ ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള വിരകളാണ് റൗണ്ട് വോംസിന് ഇവിടെ വരുന്നത്. സീനിയർ ആബ്രേറ്റീസ് ലെഗൻസ് എന്നൊക്കെ പറയും. വേണ്ട, അതൊന്നും വേണ്ട. റൗണ്ട് ആണ്, സ്ലെൻഡർ ആണ്, ത്രെഡ് ലൈക്ക് ആണ്. അതുപോലെ തന്നെ ചിലത് അനിമൽസിനെയും, ചിലത് ഇൻസെക്ടിനെയും, ചിലത് ഫംഗസിനെയും, ചിലത് പ്ലാന്റ്സിനെയും അഫക്ട് ചെയ്യും. നമുക്കിവിടെ പ്ലാന്റ്സിനെ അഫക്ട് ചെയ്യേണ്ടതാണ് വേണ്ടത്. ഇവർ മിക്കവാറും സോയിലാണ് ജീവിക്കുന്നത്. എന്നിട്ട് പ്ലാന്റിന്റെ റൂട്ടിനെ അഫക്ട് ചെയ്യും, അല്ലെങ്കിൽ പ്ലാന്റിന്റെ റൂട്ടിൽ നിന്ന് ഫീഡ് ചെയ്യും. അവർ ഭക്ഷണം കഴിക്കുന്നത് പ്ലാന്റിന്റെ റൂട്ടിൽ നിന്ന് ഫീഡ് ചെയ്യും. ഓക്കെ, ഉദാഹരണം ഫസ്റ്റ് വൺ ഈസ് വെരി ഇമ്പോർട്ടന്റ്. റൂട്ട് നോട്ട് നെമാറ്റോഡ്. എഴുതി വെച്ചോളൂ, റൂട്ട് നോട്ട് നെമാറ്റോഡ്. വളരെ പ്രധാനപ്പെട്ട ഒരു പാരസൈറ്റ് ആണ് റൂട്ട് നോട്ട്. അതായത് റൂട്ടിൽ ഇങ്ങനെ നോട്ട് പോലെ ഇടുന്ന ഒരു സാധനമാണ് ഈ റൂട്ട് നോട്ട് നെമാറ്റോഡ് എന്ന് പറയുന്നത്. അതായത് ചെറിയ ചെറിയ മുഴകൾ പോലെ. നമ്മള് ക്രൗൺ ഗോൾ ഡിസീസ് പഠിച്ചില്ലേ? അത് ആരാ ഉണ്ടാക്കുന്ന? ഏത് ജീവിയാ ഉണ്ടാക്കുന്ന ക്രൗൺ ഗോൾ ഡിസീസ്? അഗ്രോബാക്ടീരിയം ട്യൂമിഫേഷ്യൻസ്. അപ്പൊ അതുണ്ടാക്കുന്ന പോലെ വേരിൽ ചെറിയ ചെറിയ ഗൗൾസ്, അതായത് ചെറിയ ചെറിയ മുഴകൾ ഉണ്ടാക്കും. അപ്പൊ അതുകൊണ്ട് ഈ മുഴകൾ ഉണ്ടായ എന്താ പ്രശ്നം? റൂട്ട് എന്തിനാ? റൂട്ടിലാണല്ലോ ഇത് അഫക്ട് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു ദേ ആർ മെയിൻലി ഫീഡ് ഓൺ റൂട്ട്. ഈ റൂട്ടിൽ ഇതുപോലത്തെ മുഴയൊക്കെ ഉണ്ടായാല് റൂട്ട് എന്തിനാ? പ്ലാന്റിന്
ന്യൂട്രിയൻസ് ന്യൂട്രിയൻസ് അല്ല, വാട്ടർ അബ്സോർബ് ചെയ്യണം അല്ലെ. അപ്പം അതിനെ അഫക്ട് ചെയ്യും. വാട്ടർ, മിനറൽസ്, ന്യൂട്രിയൻസിന്റെ അബ്സോർപ്ഷനെ ഒക്കെ അഫക്ട് ചെയ്യും. അടുത്താണ് സിസ്റ്റ് നെമാറ്റോഡ്. സിസ്റ്റ് നെമാറ്റോഡ് ഉണ്ട്, അതൊന്നും ഇപ്പൊ നോക്കണ്ട. ലീഷൻ നെമാറ്റോഡ് ഉണ്ട്. അത് റൂട്ട് നോട്ട് നെമാറ്റോഡ് ഇപ്പൊ തന്നെ പഠിച്ചു പോവാ. ഓക്കെ, ഫസ്റ്റ് വൺ ഇപ്പൊ തന്നെ പഠിച്ചു പോവാ. ഇനി ഈ നെമാറ്റോഡ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സ്റ്റാൻഡേർഡ് ഗ്രോത്ത് ആയിരിക്കും, ലീഫ് ഒക്കെ യെല്ലോ കളർ ആയിരിക്കും. അതിനെയാണ് നമ്മൾ ക്ലോറോസിസ് എന്ന് വിളിക്കുക. ക്ലോറോസിസ് എന്ന് പറഞ്ഞാൽ ന്യൂട്രിയന്റ് ഒന്നും കിട്ടുന്നില്ല എന്നുള്ള അർത്ഥം. വെള്ളം കിട്ടുന്നില്ല, ന്യൂട്രിയൻസ് കിട്ടുന്നില്ല, ഒരു യെല്ലോ കളർ ആയിരിക്കും. വിൽറ്റിങ്, റൂട്ട് ഡാമേജ് ആവും. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യം. അവിടെ ക്ലോറോസിസ് ഓർത്ത് വെക്കുക, ഓപ്ഷൻസിൽ വരും. ദെൻ നമുക്ക് ഇവരെ ഇപ്പൊ നമ്മൾ മൊത്തം പറഞ്ഞു കഴിഞ്ഞു. ഏതൊക്കെയാ പറഞ്ഞേ? ഫംഗസ്, ബാക്ടീരിയ, വൈറസ് അല്ലെ, പിന്നെ എന്താണ് ഫൈക്കോപ്ലാസ്മ, സ്പൈറോപ്ലാസ്മ, ആൽഗെ, നെമാറ്റോഡ്, പ്രോട്ടോസോവ. ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇത് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. നമുക്ക് അത്യാവശ്യം വേണ്ട കുറച്ച് ഏറ്റവും പ്രധാനപ്പെട്ട എക്സാമ്പിളുകളും പഠിച്ചു. ഇതിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചേ. തീർന്നു. ഇനി കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ ഒക്കെ ചെയ്തിട്ട് നമുക്ക് ഒരു 9:15 കഴിയുമ്പോൾ പതുക്കെ വൈൻഡപ്പ് ചെയ്യാം. നിങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചേ. ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതൊന്നുമല്ല ഇമ്പോർട്ടന്റ്, ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴാണ് നമുക്ക് ആക്ച്വലി കാര്യങ്ങൾ മനസ്സിലാവുക. അപ്പൊ അതുകൊണ്ട് പോരുത്. ക്ലാസ് കഴിഞ്ഞിട്ടില്ല, ഒരു ബ്രേക്ക്. പെട്ടെന്ന് പറ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഓക്കെ, അപ്പൊ ഇതൊക്കെ ചുമ്മാ ചവറാണ്. മാനേജ്മെന്റ് എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാം, ക്രോപ്പ് റൊട്ടേഷൻ ചെയ്യാം. എന്താ സർഗ ചോദിച്ച മനസ്സിലായില്ല. ക്ലാസ് ഇപ്പോഴും ഉണ്ടാവുമെന്നോ? ഓക്കെ, അപ്പൊ നമുക്ക് മാനേജ്മെന്റ് സ്ട്രാറ്റജീസ്, അതായത് ക്രോപ്പ് റൊട്ടേറ്റ് ചെയ്യാം. അപ്പൊ ചില എന്താണ് ജീവികൾ അല്ലെങ്കിൽ ചില പാത്തജൻസ് ഒരു പ്രത്യേക വിഭാഗം പ്ലാന്റ്സിനെ ആയിരിക്കും അഫക്ട് ചെയ്യാം. ഇപ്പൊ കോഫി ആണെങ്കിൽ ഡെയിലി അത് അവർ പറയും കേട്ടോ. നമുക്ക് ഓരോ ഡിഫറെന്റ് ഫാക്കൽറ്റീസ് ഉണ്ടല്ലോ. അപ്പൊ ഓരോരുത്തരും ഓരോ സമയത്താണ് ക്ലാസ് കൊടുക്കുക. മിക്കവാറും ക്ലാസ്സുകൾ ഉണ്ടാവും, ലൈവ് ക്ലാസ് ആയതുകൊണ്ട് വീക്ക്ലി 3 ക്ലാസ് വെച്ചിട്ടുണ്ടാവും. അത് കോണ്ടാക്ട് ചെയ്താൽ മതി. നമ്പർ അല്ലേ, ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി. അപ്പം കോഴ്സിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തരും. ഓക്കെ, അപ്പം നോക്കൂ, ഞാൻ മാത്രമല്ല, ഒത്തിരി ഫാക്കൽറ്റീസ് ഉണ്ട്, എല്ലാവരും കൂടിയാണ് പഠിപ്പിക്കുന്നത്. അപ്പം ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ ഡീറ്റെയിൽസ്, ബാക്കി ഡീറ്റെയിൽസ് പറഞ്ഞു തരും. ഓക്കെ, ഇനി നോക്കാം മാനേജ്മെന്റ് സ്ട്രാറ്റജി. ക്രോപ്പ് റൊട്ടേഷൻ ഞാൻ പറഞ്ഞു. കോഫി അല്ലെങ്കിൽ ടുബാക്കോ, പൊട്ടറ്റോ. പൊട്ടറ്റോ അഫക്ട് നമ്മൾ ഇപ്പൊ കണ്ടു കാണും. പൊട്ടറ്റോ അഫക്ട് ചെയ്യുന്ന ഒരു പാത്തജൻ വേറൊരു സാധനത്തിനെ കോഫി അഫക്ട് ചെയ്യില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇടയ്ക്ക് ക്രോപ്പ് റൊട്ടേഷൻ ചെയ്യാം. കുറച്ചു നാൾ നമുക്ക് റബ്ബർ കൃഷി ചെയ്യാം. അത് കഴിയും, റബ്ബറൊന്നും അങ്ങനെ പറ്റില്ല അല്ലെ. ഒരു വിള കഴിഞ്ഞിട്ട് അടുത്ത വിള നമുക്ക് മാറ്റി റൊട്ടേറ്റ് ചെയ്യാം. അപ്പൊ എന്താ ഗുണം എന്ന് പറഞ്ഞാല്, ഈ ഒരെണ്ണത്തിന്റെ പാത്തജൻ മറ്റതിനെ അഫക്ട് ചെയ്യില്ല. അപ്പൊ ഓഫ് കോഴ്സ് അവർക്ക് അവിടുന്ന് പോകേണ്ടി വരും. അപ്പൊ അങ്ങനെ ക്രോപ്പ് റൊട്ടേഷൻ വഴി നമുക്ക് ഈ പെസ്റ്റിനെ കുറയ്ക്കാൻ സാധിക്കും. അടുത്ത റെസിസ്റ്റന്റ് അല്ലെങ്കിൽ പാത്തജനെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. ദെൻ റെസിസ്റ്റന്റ് കൾട്ടിവേഴ്സ്, അതായത് നമുക്ക് നെമാറ്റോഡ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള വെറൈറ്റീസിനെ നമുക്ക് വളർത്താൻ സാധിക്കും. ഒരു ഉദാഹരണം പറയാവോ? റെസിസ്റ്റന്റ് കൾട്ടിവേറ്റേഴ്സിന് ഒരു ഉദാഹരണം, നെമാറ്റോഡ് റെസിസ്റ്റന്റ്, ഒരു NCERT ലെവലിൽ പറഞ്ഞാൽ മതി. ആരെങ്കിലും ചുമ്മാ പറ. BT കോട്ടൺ, BT ബ്രിഞ്ചാൾ ഒക്കെ കേട്ടിട്ടുണ്ടോ? ഇവിടെ എന്താ, അവിടെ എന്താ പ്രശ്നം? BT എന്ന് പറഞ്ഞാൽ ബാസിലസ് തറൂൻജെനിസിസ്. നമ്മൾ അവിടെ ഒരു ബാക്ടീരിയയുടെ ഒരു ജീൻ എടുത്ത് നമ്മൾ ഇവിടെ പ്ലാന്റിന് കൊടുത്തേക്കുക. പ്ലാന്റ് കഴിക്കുന്ന സമയത്ത് ഇപ്പൊ നെമാറ്റോഡ് ആണെന്ന് വിചാരിച്ചോളൂ, ഇൻസെക്ട് പോയിട്ട് ഈ പ്ലാന്റിനെ കഴിക്കുക. പ്ലാന്റിനെ കഴിക്കുമ്പോ ഈ പ്ലാന്റ് ഇവരുടെ അകത്ത് ചെല്ലും. എന്നിട്ടോ അവിടെ ഒരു ടോക്സിൻ ഉണ്ടാകും. പ്ലാന്റിന് ടോക്സിൻ അല്ല, ഇൻസെക്ടിന് ടോക്സിക് ആണ്. അപ്പൊ ഇത് അകത്ത് ചെല്ലുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുക? ആ നെമാറ്റോഡ് ചത്തു. പറഞ്ഞ മനസ്സിലായോ? ബാസിലസ് തറൂൻജെൻസിസ് എന്ന് പറയുന്ന ഒരു ബാക്ടീരിയയുടെ ഒരു ജീൻ എടുത്ത് നമ്മൾ ഈ പ്ലാന്റിൽ വെച്ച് കൊടുത്തേക്കുവാണ്. അപ്പൊ പ്ലാന്റിന് ഇത് ടോക്സിക് അല്ല, നെമാറ്റോഡിന് ടോക്സിക് ആണ്. അപ്പൊ ഈ നെമാറ്റോഡ് ഇത് കഴിക്കുമ്പോഴത്തേക്കും അതെ ഈജി സോയാബീൻ ഒക്കെ എക്സാമ്പിൾ ആണ്. അപ്പൊ ഇവര് കഴിക്കുന്ന സമയത്തേക്കും എന്താ സംഭവിക്കുക? ഈ ടോക്സിൻ ഈ നെമാറ്റോഡിന്റെ ഉള്ളിൽ പോവും. അപ്പോ അവിടെ എന്താ പറ്റുക? നെമാറ്റോഡ് ചത്തുപോകും. അവിടെ അതിന്റെ ഗട്ടിൽ ചെറിയ ചെറിയ പോർ ഉണ്ടാക്കുന്ന ടോക്സിൻ ആണ് BT ടോക്സിൻ. അങ്ങനെ ചത്തുപോകും. അല്ലെങ്കിൽ മനസ്സിലായോ? BT മനസ്സിലായോ? BT ഇമ്പോർട്ടന്റ് ആണ്, +2 ലെവൽ ആയതുകൊണ്ട് അതൊന്ന് അറിഞ്ഞു വെക്കണം. രമ്യ മനസ്സിലായോ? അഖിൽ രാജ് മനസ്സിലായി.
അഞ്ജന, ഭാവന, മനസ്സിലായോ? ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞത് മനസ്സിലായോ? ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. പാർവതി എന്താണ് പാർവണ. യെസ് സാർ മനസ്സിലായി. അപ്പൊ ഇനി അടുത്തത് ബയോ കൺട്രോൾ ഏജന്റ്സ് ആൻഡ് കെമിക്കൽ നെമാറ്റിസൈഡ്സ്. സ്പെല്ലിംഗാ? എന്തിന്റെ സ്പെല്ലിംഗാ? BT ആണോ? ബാസിലസ് തറൂൻജെൻസിസ് ആണോ? മിഥുൻ, ബാസിലസ് തറൂൻജെൻസിസ് ആണോ? BT ആണോ? യെസ്, എഴുതാം. ഇതൊരു ബാക്ടീരിയ ആണ്, ബാസിലസ് G ആണ് കേട്ടോ. കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, ബാറ്ററി തീർന്നിരിക്കുക, അതുകൊണ്ട് കുറച്ച് ക്ലിയർ ആയിട്ട് വരുന്നില്ല. മനസ്സിലാവൂലോ? ബാസിലസ് തറൂൻജെൻസിസ്. ഓക്കെ. അപ്പം അടുത്തത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ശത്രുവിന്റെ ശത്രുമിത്രം. അതാണ് അടുത്ത ഒരു വഴി, ബയോ കൺട്രോൾ ഏജന്റ്സ്. അതായത് നെമാറ്റോഡിനെ കഴിക്കുന്ന ചില ജീവികൾ ഉണ്ടാവില്ലേ, അവരെ കൊണ്ടുവന്ന് വച്ചാൽ മതി. ഇപ്പൊ നമ്മൾ ഏഫിഡ്സിനെ കൺട്രോൾ ചെയ്യാൻ അങ്ങനത്തെ ഒരു മെത്തേഡ് ഞാൻ പറഞ്ഞായിരുന്നു. ലേഡി ഫിംഗർ ബീറ്റിൽ എന്തോ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഏഫിഡ്സിനെ അവർ കഴിച്ചോളും. അപ്പം അതായത് നെമാറ്റോഡിന്റെ ശത്രുവാണ്. നെമാറ്റോഡിനെ കഴിക്കുന്ന ജീവികളെ നമ്മുടെ എന്താണ് ഫീൽഡിലോട്ട് കൊണ്ടുവരിക. അപ്പൊ എന്താ, നെമാറ്റോഡിനെ അവർ കഴിച്ചോളും, നമുക്ക് ബുദ്ധിമുട്ടില്ല. മനസ്സിലായോ? അല്ലെങ്കിൽ ഒരു രക്ഷയില്ലെങ്കിൽ കെമിക്കൽസ് യൂസ് ചെയ്യുക. കെമിക്കലിന്റെ യൂസ് മാക്സിമം കുറയ്ക്കുക എന്നുള്ള കൺസെപ്റ്റിലാണ് ബാക്കിയുള്ളത് പ്രൊമോട്ട് ചെയ്തത്. അടുത്തതാണ് ഈ പറയുന്ന പോലെ ഫാനർഗോമിക് പാരസൈറ്റ്. ഇത് ശരിക്കും പ്ലാന്റ്സ് ആണ്. ഒരു പെർട്ടിക്കുലർ പ്ലാന്റ് നമ്മുടെ പ്ലാന്റിനെ അഫക്ട് ചെയ്യുന്നു. മനസ്സിലായോ? ഒരു പ്ലാന്റ് ആണ്, പക്ഷെ അവർക്ക് മിക്ക ഈ പറയുന്ന എന്താണ് പ്ലാന്റിന് സ്വന്തമായിട്ടൊന്നും ഇല്ല. ചില കേസിൽ ചില ചെറിയ ചെറിയ ലീഫും റൂട്ടൊക്കെ ഉണ്ടെങ്കിലും മിക്കവാറും പ്രിമിറ്റീവ് ആയിരിക്കും. നമ്മുടെ വൈറസിനെ പോലെ വേറെ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ സ്വീകരിക്കാൻ വേണ്ടി നിൽക്കുക. അപ്പം ഇവരെന്താ ചെയ്യാന്ന് വെച്ചാല് നമ്മുടെ പ്ലാന്റിനെ ഇവര് അറ്റാക്ക് ചെയ്തിട്ട് അവിടുന്ന് ന്യൂട്രിയൻസിനെ എടുത്തുകൊണ്ടിരിക്കും. ദേ ആർ പാരസൈറ്റിക് പ്ലാന്റ്സ്. ക്ലിയർ ആണോ? ഫനർഗാമിക് പാരസൈറ്റ് എന്ന് പറഞ്ഞാൽ ദേ ആർ പാരസൈറ്റിക് പ്ലാന്റ്. ഇവര് നമ്മുടെ ഹോസ്റ്റ് പ്ലാന്റിൽ വന്നിട്ട് അല്ലെങ്കിൽ ഹോസ്റ്റ് പ്ലാന്റിലേക്ക് ഒരു പ്രത്യേക റൂട്ടും സ്റ്റെമ്മും ഒക്കെ വിട്ടിട്ട് അവിടുന്ന് അവരുടെ ന്യൂട്രിയൻസും വെള്ളമൊക്കെ വലിച്ചെടുത്തിട്ടാണ് ഇവർ ജീവിക്കുന്നത്. വിഡ്രോവിങ് ന്യൂട്രീഷൻ ആൻഡ് വാട്ടർ ഫ്രം ഹോസ്റ്റ് പ്ലാന്റ്. ക്ലിയർ ആണോ? അപ്പൊ അവിടെ ഒരു ടേം ഇത് ചോദിച്ചിട്ടുണ്ട്, ഇമ്പോർട്ടന്റ് ആണ്. ഹൗസ്റ്റോറിയ എന്ന് പറഞ്ഞാൽ ഈ പാരസൈറ്റിക് പ്ലാന്റിന്റെ സ്റ്റെം അല്ലെങ്കിൽ റൂട്ടാ. മോഡിഫൈഡ് സ്റ്റെം അല്ലെങ്കിൽ റൂട്ടിനെ പറയുന്ന പേരാണ്. പറയാം. ഫനർഗമിക് പാരസൈറ്റ് എന്ന് പറഞ്ഞാല് ഇവര് പ്ലാന്റ് ആണ്. നമ്മൾ ഇത്രയും നേരം പറഞ്ഞതൊക്കെ അത്യാവശ്യം ഓടി നടക്കാൻ പറ്റുന്ന ആൾക്കാർ. ഇനി പറയുന്ന ഒരു പ്ലാന്റ് തന്നെയാണ്. ഇവരൊരു പ്ലാന്റ് ആണ്. ഈ പ്ലാന്റ് നമ്മുടെ പ്ലാന്റിനെ, അതായത് നമ്മൾ വളർത്തുന്ന അല്ലെങ്കിൽ നമ്മുടെ ഹോസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ നട്ട് വളർത്തുന്ന പ്ലാന്റിനെ അഫക്ട് ചെയ്യും. അത്രയേ ഉള്ളൂ. അപ്പൊ ഇവർക്ക് ഇതാ ഈ പറയുന്ന മോഡിഫൈഡ് ആയിട്ട് ഹൗസ്റ്റീറിയ എന്ന് പറയുന്ന ഒരു സ്റ്റെം അല്ലെങ്കിൽ റൂട്ട് ഉണ്ട്. ഇവര് സ്റ്റെമ്മിനെ നേരെ വിടും. ഇത്തിൽക്കണ്ണി എങ്ങനെയാ വളരുന്നത്? ഒരു എന്താണ് പാരസൈറ്റ് അല്ലേ? അതുപോലെ അവരുടെ വേര് പോലെ ഇവിടെ ഹൗസ്റ്റോറിയ എന്ന് പറയുന്ന ഒരു മോഡിഫൈഡ് ആയിട്ടുള്ള ഒരു സ്റ്റെം ഉണ്ട്. ഇതിനെ നമ്മുടെ പ്ലാന്റിലേക്ക് കടത്തിവിടും. എന്നിട്ട് അതിനകത്ത് ന്യൂട്രിയൻസും വാട്ടറും ഒക്കെ എടുക്കും. ഇതാണ് ഇവർ ചെയ്യുന്നത്. അത്രേ ഉള്ളൂ. അതിൽ ആ പ്രധാനപ്പെട്ടത് ഹൗസ്റ്റോറിയ എന്ന് പറയുന്ന ആ ഒരു ടേം ഒന്ന് ഓർത്ത് വെച്ചേക്കാം. കിട്ടിയോ? നമ്മുടെ ഏകദേശം കഴിഞ്ഞു. ഇനി സോഴ്സ് ഓഫ് ഇനോക്കുലം, അതായത് ഇനി എവിടെ നിന്നൊക്കെ നമുക്ക് ഈ പറയുന്ന ഡിസീസ് വരാം. മണ്ണിൽ നിന്ന് വരാം. ചിലപ്പോൾ മണ്ണിൽ ഈ പറയുന്ന ബാക്ടീരിയോ വൈറസോ ഇതൊക്കെ ഉണ്ടാവും. അപ്പൊ മണ്ണിൽ നിന്ന് വരാം. ചിലപ്പോൾ നമ്മുടെ ഫീൽഡിൽ കഴിഞ്ഞ പ്രാവശ്യം വിളവെടുത്തതിന്റെ ബാക്കി അവിടെ നിന്നുണ്ടാവാം. ചിലപ്പോൾ ചില കളകൾ വഴി വരാം. ചിലപ്പോൾ അനിമൽസ് കൊണ്ടുവരാം, അല്ലെ? ചിലപ്പോൾ നമ്മൾ കൊണ്ടുവരുന്ന ടൂൾസ് വഴി വരാം. കാറ്റ് വഴിയും വെള്ളം വഴിയും, അല്ലെ? ഇൻസെക്ട് വെക്ടേഴ്സ് വഴിയും, അല്ലെ? ചില ഇൻസെക്ടേഴ്സ് ഇതിനെ പരത്തും. ഞാൻ പറഞ്ഞു ഏഫിഡ്സിന്റെ കേസ് പറഞ്ഞു. ചില അനിമൽസ് വരുത്താം. ചില ബേർഡ്സ്, മൈഗ്രേറ്ററി ബേർഡ്സ്, ചിലപ്പോൾ മനുഷ്യന്മാർ തന്നെ ഒരു വെക്ടർ ആയിട്ട് ആക്ട് ചെയ്യാം. ഒന്നും അത്ര ഇമ്പോർട്ടന്റ് അല്ല. ഇനിയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഇത് നിങ്ങൾ ആൻസർ വിളിച്ച് പറയരുത്. ചാറ്റ് ബോക്സ് യൂസ് ചെയ്യുക. ഇത് ചാറ്റ് ബോക്സ് യൂസ് ചെയ്യണം. നിങ്ങൾ ഇപ്പൊ 92 പേരോളം ചാറ്റിലുണ്ട്.
അപ്പം ഒരു കാരണവശാലും എനിക്ക് ആരൊക്കെയാണ് ആൻസർ ചെയ്യുന്നത് നോക്കാൻ പറ്റില്ല. നിങ്ങൾ പേടിക്കേണ്ട, ഞാൻ നോക്കും. സി മാർക്കില്ല, അല്ലെങ്കിൽ വേറെ യാതൊരു വിധത്തിലുള്ള ബയസും ഇല്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ആൻസർ ചെയ്യുക. ആൻസർ ചെയ്യുന്നത് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. തെറ്റിപ്പോട്ടെ, തെറ്റിപ്പോണം. കാരണം ഇപ്പോഴേ തെറ്റിക്കാൻ പറ്റുള്ളൂ, എക്സാമിന് തെറ്റിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് ചാറ്റ് ബോക്സിൽ നിങ്ങൾ ടൈപ്പ് ചെയ്ത് ആൻസർ ഇടുക. ഏതാണോ, സമയം തരാം, ഇഷ്ടംപോലെ സമയമുണ്ട്. ഇനി ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ. നമ്മൾ അത്രയും പോർഷൻസ് ഫിനിഷ് ചെയ്തു. അപ്പൊ എല്ലാരും ഒന്ന് ടൈപ്പ് ചെയ്ത് ആൻസർ ഇട്ടെ. കുറച്ച് മടിയൊന്നും വിചാരിക്കണ്ട, പഠിക്കണമെങ്കിൽ ആൻസർ ടൈപ്പ് ചെയ്തിടുക. നമ്മളിപ്പോ പറഞ്ഞതേ ഉള്ളൂ. ഈ പറയുന്ന കേസില് ഹൗസ് സ്റ്റോറിയ എന്ന് പറഞ്ഞാൽ മോഡിഫൈഡ് സ്റ്റെം അല്ലെങ്കിൽ ലീഫ്, അത് വെച്ചിട്ടാണ് അവർ എന്ത് ചെയ്യുക. ആശ പറഞ്ഞോ, അറിയാതെ കൈ റൈസ് ചെയ്തതാണോ അതോ എന്തെങ്കിലും ചോദിക്കാനാണോ ആശ? ഓക്കെ ഓക്കെ ആശ, ഓക്കെ ഓക്കെ. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എല്ലാവർക്കും കിട്ടി, നമ്മളിപ്പോ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അടുത്ത ചോദ്യം ആരും വിളിച്ചു പറയരുത്, ജസ്റ്റ് ആൻസർ. വിച്ച് ഓഫ് ദ ഗിവൺ ഈസ് എൻ എക്സാമ്പിൾ. ഇത് സിമ്പിൾ ചോദ്യങ്ങളാണ്. അടുത്ത പ്രാവശ്യം നമുക്ക് കുറച്ച് സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും, അതിനൊക്കെ മുന്നോടിയായിട്ട് സിമ്പിൾ ചോദ്യം. വിച്ച് ഓഫ് ദ ഗിവൺ ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ഫംഗൽ ഡിസീസ് ഇൻ പ്ലാന്റ്? ആ, പഠിച്ചിട്ടുണ്ടല്ലോ. അറിയാത്തവര് വിഷമിക്കണ്ട, ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ നമുക്ക് ബാക്കി നോക്കിക്കഴിഞ്ഞാൽ, അതായത് എലിമിനേഷൻ പറ്റും. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും ഓപ്ഷൻസ്. അപ്പൊ നമുക്ക് ആൻസർ കിട്ടും. ആ, കുറെ പേര് ആൻസർ ഇട്ടിട്ടുണ്ട്. കറക്റ്റ് ആണ്. ചിഞ്ചു പറഞ്ഞോളൂ, ഹാൻഡ് റൈസ് ചെയ്തല്ലോ. അറിയാതെ പറ്റിയതാണോ? ഓക്കെ. അപ്പം ഇവിടെ ബ്ലൈറ്റ് അല്ല, ക്ലോറോസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെഫിഷ്യൻസി ഓഫ് ന്യൂട്രിയൻസ് ഒക്കെ കൊണ്ടിട്ടാണ്, അല്ലെ? ദെൻ കേളി ടോപ്പ്, അതുമല്ല. ഇവിടെ വരുന്നത് പൗഡറി മൈൽഡ്യൂ ആണ്. പൗഡറി മൈൽഡ്യൂ, അതായത് ഫംഗൽ ഡിസീസിന്റെ ഉദാഹരണം പൗഡറി മൈൽഡ്യൂ ആണ്. ആ ഫിഗർ നോക്കിക്കേ, പൗഡർ കണക്കെ നമ്മുടെ ലീഫിലും സ്റ്റെമ്മിലും ഫ്രൂട്ടിലും ഒക്കെ വരും. കുറെ ഫാമിലി ഉണ്ട്. ഫാമിലി പഠിക്കുക. ആ ഫസ്റ്റ് ഫാമിലി, അതായത് അതിന്റെ ഓർഡറിന്റെ പേരിലുള്ള ഫാമിലി, ജീനസ് മാത്രം പഠിച്ചാൽ മതി. എർസിഫെയിൽസ് എന്ന് പറയുന്ന ഓർഡർ ആണ്. അപ്പൊ ആ പേരിലുള്ള ജീനസ് ഒന്ന് പഠിച്ചു വെച്ചേക്കാം. എസിഫി എന്ന് പറയുന്ന ഒരു ജീനസ് ആണ് പ്രധാനമായിട്ടും ഇതാക്കുന്നത്. അതൊന്ന് നോക്കി വെച്ചേക്കാം. ഓക്കെ, അടുത്തത്. ഇതില് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിച്ചാവണമെന്നൊന്നുമില്ല, ക്വസ്റ്റ്യൻ ചെയ്തും പഠിക്കാം. അതിനും കൂടെ വേണ്ടിയിട്ടാണ് ഈ ഒരു സെഷൻ. അപ്പൊ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. ഡയറക്റ്റ് ആണ്, ഞാൻ പറഞ്ഞതാണ്. നെമാറ്റോഡ് പരത്തുന്ന ഡിസീസിന്റെ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞതാണ്. ഓക്കെ ഓക്കെ, കറക്റ്റ്. നമ്മളതൊക്കെ പറഞ്ഞതാണ്. സ്കാബ് എന്ന് പറഞ്ഞാൽ ബാക്ടീരിയോ ഫംഗസോ പരത്തുന്നതാണ്. ആൻസർ നിങ്ങൾ പറഞ്ഞല്ലോ, റൂട്ട് നോട്ടാണ് കറക്റ്റ് ആൻസർ. ഈ സ്കാബ് പൊട്ടറ്റോയിലും ആപ്പിളിലും ഒക്കെയാണ് കാണപ്പെടുന്നത്. നമ്മൾ ഫസ്റ്റ് പറഞ്ഞതാണ്, അല്ലെ? ബാക്ടീരിയയുടെ കേസിൽ പറഞ്ഞതാണ്. കാവിറ്റി സ്പോട്ട് എന്ന് പറയുന്നത് ക്യാരറ്റിലും പൊട്ടറ്റോയിലും കാണുന്നതാണ്. അതും ഈ പറയുന്ന പോലെ ഫംഗസ് പരത്തുന്ന ഒരു ഡിസീസ് ആണ്. ദെൻ വിൽറ്റും ഈ പറയുന്ന പോലെ ഫംഗസും ബാക്ടീരിയ ഒക്കെ ഉണ്ടാക്കുന്നവരാണ് വിൽറ്റ്. റൂട്ട് നോട്ടാണ് നെമാറ്റോഡ് പരത്തുന്നത്. ഈ ടൈപ്പ് ചോദ്യങ്ങൾ വരും, അതിനാണ് നമ്മൾ ഇങ്ങനെ ഒരു ക്ലാസ്സിൽ പറഞ്ഞത്. ദെൻ വിച്ച് ഓഫ് ദ ആരാ? അഞ്ജിത അല്ല, എന്താണ്? അജിത പറഞ്ഞോളൂ. ആ, ഓക്കെ ഓക്കെ, ശരി. വിച്ച് ഓഫ് ദ ഗിവൺ ഡിസീസ് ഇസ് റിലേറ്റഡ് ടു പൊട്ടറ്റോസ്? ആ, കറക്റ്റ്, ബി ആണ്, അല്ലെ? ലേറ്റ് ബ്ലൈറ്റ് ആണ്. ആരാ ഉണ്ടാക്കുന്ന ലേറ്റ് ബ്ലൈറ്റ്? ഉണ്ടാക്കുന്ന ആര്? ഫൈറ്റോപ്തോറ. ഓക്കെ. ദെൻ എയർലി ബ്ലൈറ്റ്? റസ്റ്റ്. അപ്പോ അത് തന്നെയാണ് അവിടെ കൊടുത്തേക്കുന്നത്. ടീക്ക 2-3 ക്വസ്റ്റ്യനിൽ ഞാനിപ്പോ കണ്ടു. PSCയുടെ അല്ല, എന്നാലും ഒന്ന് ഓർത്ത് വെച്ചേക്ക. പീനട്ടിലെ ഗ്രൗണ്ട് നട്ടിൽ ഉണ്ടാക്കുന്ന ഒരു അസുഖമാണ് ടീക്ക. ഡാർക്ക് ലീഷൻ ഒക്കെ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് ടീക്ക. നോക്കട്ടെ, വേറെ ഏതെങ്കിലും ക്വസ്റ്റ്യനിൽ ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ നമുക്കത് ഇൻക്ലൂഡ് ചെയ്യാം. അടുത്തത് ബ്ലാക്ക് സ്പോട്ട്, ബ്ലാക്ക് സ്ട്രിപ്പ്, ബ്രൗൺ സ്പോട്ട്, ഇതെല്ലാം ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ബ്ലാക്ക് സ്പോട്ട്, ബ്ലാക്ക് സ്ട്രൈപ്പ്, ബ്രൗൺ സ്പോട്ട്, ഇതൊക്കെ ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു?
ഷുഗർ കേണിലില്ലേ ബ്ലാക്ക് സ്പോട്ടും ബ്ലാക്ക് സ്ട്രൈപ്പും ഇതെല്ലാം വരുന്ന ആളാ ചോദിക്കുന്നത്. ഒരെണ്ണം എടുത്തു വെച്ച് പറയരുത് കേട്ടോ. ബ്ലാക്ക് സ്പോട്ട്, ബ്ലാക്ക് സ്ട്രൈപ്പ്, ബ്രൗൺ സ്പോട്ട് എല്ലാം വരണം. അങ്ങനെ ആരോ ഡി ആണ് ഷുഗർ കെയിൻ. ഒരെണ്ണം വെച്ചിട്ട് പറയരുത്. വിനു എന്തെങ്കിലും പറഞ്ഞതാണോ? ഇല്ല അറിയണം. ആ ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ എല്ലാം വരുന്നത് ഷുഗർ കെയിനിലാണ്. ഓക്കെ, അതാണ് ക്വസ്റ്റ്യൻ ഫുള്ള് നോക്കുക. 3 കേസും കൂടെ വരുന്നതേ പറയാവുള്ളൂ. ഓക്കെ, ദെൻ ഫയർ ബ്ലൈറ്റ് ഡിസീസ് പഠിപ്പിച്ചിട്ടില്ല. എന്താണ് ഫയർ ബ്ലൈറ്റ് ഡിസീസ്? അടുത്തത് വിച്ച് ഓഫ് ദ ഗിവൻ ഡിസീസ് ഇസ് റിലേറ്റഡ് ടു വീറ്റ്? വീറ്റുമായിട്ട് ബന്ധപ്പെട്ടത്. ഓക്കെ ഓക്കെ, കറക്റ്റ് ആണ്. കണ്ടോ, പല ഓപ്ഷനിലും ടിക്ക ഉണ്ട്. പീനട്ടാന്ന് ഓർത്തേക്കുക. കറക്റ്റ് ആണ്, നിങ്ങൾ ചെയ്യുന്നത് കറക്റ്റ് ആണ്. സി ആണ്. ഓക്കെ, അപ്പോ നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ്സിന്റെ കാര്യങ്ങൾ മനസ്സിലായില്ല? എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ ഉണ്ടെങ്കിൽ പറയൂ. ക്ലാസ് മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളുടെ ഇനി എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ടോ? അങ്ങനത്തെ കാര്യങ്ങൾ പറയൂ. അതുപോലെ തന്നെ ഇത് കുറച്ച് സിമ്പിൾ ചോദ്യങ്ങളാണ് നമുക്ക്, പക്ഷെ ഇത്രയും സിമ്പിൾ ചോദ്യങ്ങൾ ചോദിക്കില്ല. നമുക്കിപ്പോ കൂടുതലും ചോദിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ലെവൽ ചോദ്യങ്ങൾ വരാറുണ്ട്. പിന്നെ രണ്ടാമത്തെ ഇപ്പൊ ഒരു 2-3 അല്ലെങ്കിൽ കുറച്ച് ഒരു വർഷമായിട്ട് കാണുന്നതാണ് റീസൺ അസേഷൻ ടൈപ്പ് ചോദ്യങ്ങൾ. അതായത് ഒരു അസേഷൻ തരും, അതിന്റെ റീസൺ തരും, എന്നിട്ട് ഈ പറയുന്ന അസേഷൻ റീസണിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ കറക്റ്റ് റീസൺ ആണോ എന്ന് ആ ഒരു പാറ്റേൺ കാണാറുണ്ട്. സ്റ്റേറ്റ്മെന്റ് കാണാറുണ്ട്. ഈവൻ മാച്ച് ദ ഫോളോയിങ് കാണാറുണ്ട്. അപ്പൊ ഇവിടെയൊക്കെയാണ് പ്രശ്നം. പക്ഷെ ആക്ച്വലി അത് എളുപ്പമാണ്. നമുക്ക് എലിമിനേറ്റ് ചെയ്തിട്ട് ഈസി ആയിട്ട് ആൻസറിലോട്ട് എത്താൻ പറ്റും. അപ്പൊ അത് ഇന്ന് ഇടാത്തത് സ്റ്റാർട്ടിങ്ങിലേ ബുദ്ധിമുട്ടാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഇന്നിപ്പോ നമ്മൾ ചെയ്തതൊക്കെ അത്യാവശ്യം എളുപ്പമുള്ള ചോദ്യങ്ങളാണ്. എല്ലാവരും ആക്റ്റീവായിട്ട് തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്തു, ഇന്ററാക്ട് ചെയ്തു. അപ്പൊ ഇതുപോലെ തന്നെ അടുത്ത ക്ലാസ്സിലും ഒക്കെ പോവുക. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മനസ്സിലാവാത്തതൊക്കെ ആയിട്ട് ആരെങ്കിലും ഉണ്ടോ? ഞാൻ മാക്സിമം ബേസ് എന്ന് പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. രമ്യ, ഇതിന് റിലേറ്റ് ചെയ്തിട്ടുള്ള വൺ വേർഡ് ടൈപ്പ് ക്വസ്റ്റ്യൻ നമുക്ക് ഇനി വേറെ തരുമോ, അതോ ഇത്രയേ ഉള്ളോ? എന്താ രമ്യ? കേട്ടില്ല. ഇന്നത്തെ പോർഷനിൽ നിന്ന് നമുക്ക് റിലേറ്റഡ് ആയിട്ടുള്ള വൺ വേർഡ് ടൈപ്പ് ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. അപ്പൊ ഇന്നിപ്പോ നമ്മൾ 10 എണ്ണം അല്ലേ ചെയ്യുന്നത്? അത് വേറെ തരും. ഇത് ഞാൻ ക്ലാസ് എടുത്തതിന്റെ ബേസിൽ ചുമ്മാ ചെയ്യിപ്പിച്ചതാ. ആ ക്വസ്റ്റ്യൻസ് വേറെ തരും. ഓക്കെ സാർ, ഓക്കെ ഓക്കെ ഓക്കെ. അതും കുറച്ച് സിമ്പിൾ ചോദ്യങ്ങളായിരിക്കും. നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കോംപ്ലക്സിറ്റി കൂട്ടിക്കൊണ്ടുവരാം. എല്ലാം കൂടെ ഒരുമിച്ചായാലേ, ഇപ്പൊ ഇവൻ ക്ലാസ്സിൽ പോലും ഞാൻ പലതും പഠിക്കേണ്ടെന്ന് പറഞ്ഞ അതുകൊണ്ടാണ്. നമുക്ക് ചോദ്യം ചെയ്യുമ്പോൾ ഇപ്പം നമ്മൾ ആ ഫ്രണ്ടില് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങള് താഴത്ത് ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ റിവൈസ് ചെയ്തു. ഇതേ പ്രിൻസിപ്പിൾ അങ്ങറ്റം വരെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. എല്ലാം കൂടെ ഇരുന്ന് പഠിച്ച ബോറാണ്. അതുകൊണ്ടാണ് അവിടെ വേണ്ട, പിന്നെ പഠിക്കാം എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പൊ താങ്ക് യു. സമയം കളയണ്ട. അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. താങ്ക് യു.